ഒട്ടേറെ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ അധ്യാപക പരിശീലന പരിപാടികളുടെ ഒക്കെ സജീവ സാന്നിധ്യമായി സന്തോഷ് മാഷ് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിലൊക്കെ ഉപരി ഒരു സാംസ്കാരിക പ്രവർത്തകൻ, പ്രഭാഷകൻ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതനാണ് അദ്ദേഹം. നാടകമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ പ്രഭാഷണം ഗൗരവമായ ഒരു വിഷയവും അതിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും അനുയോജ്യനായ ഒരു പ്രഭാഷകനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 20ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അബുദാബി ശക്തി തായാട്ട് അവാർഡ് നിരൂപണ ഗ്രന്ഥത്തിന്, പുരാവൃത്തവും കവിതയും എന്ന ഗ്രന്ഥത്തിന്, അങ്ങനെ പുരസ്കാരങ്ങൾ, തിരുവല്ലൂർ പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ പരിപാടിക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ നമുക്ക് ലഭ്യമായിട്ടുള്ള, അതിന് സമ്മതം തന്ന് നമ്മളോടൊപ്പം വളരെ നേരത്തെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ സന്നിഹിതനായിരിക്കുന്ന പ്രിയപ്പെട്ട സന്തോഷ് മാഷിന് ഈ പ്ലാറ്റിനം ജൂബിലി, പ്ലാറ്റിനം പെരുമ കമ്മിറ്റിയുടെ പേരിലും സനാതന മലയാളത്തിന്റെ പേരിലും ഇതിൽ പങ്കാളികളാകുന്ന മുഴുവൻ പേരുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇതിന്റെ മോഡറേറ്ററായിട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ളത് അനുസ്മിതയാണ്. അടുത്ത കൂട്ടുകാരിയും സഹപാഠിയുമൊക്കെ എന്ന് പറയാവുന്ന ബന്ധമാണ് അനുസ്മിതയുമായി ഉള്ളത്. അനുസ്മിതയ്ക്കൊക്കെ ഇന്ന് രാവിലെ കോളേജിൽ ഒട്ടേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ പരിപാടി നമുക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിവെക്കേണ്ട അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേകിച്ച് സന്തോഷ് മാഷ് പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള പ്രത്യേക താല്പര്യം കൂടിയുണ്ട് എന്നറിയാം. പിന്നെ ആലപ്പുഴ SD കോളേജ് സനാതന മലയാളത്തോട് അനുസ്മിത കാട്ടിയ ആ സ്നേഹത്തിനും കരുതലിനും ഒക്കെ പ്രത്യേകം നന്ദി ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ മോഡറേറ്റർ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള പ്രിയപ്പെട്ട അനുസ്മിതയെ മലയാള വിഭാഗത്തിന് വേണ്ടിയും മുഴുവൻ പേർക്ക് വേണ്ടിയും അർദ്ധമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി സർ. നന്ദി. ചർച്ച തുടങ്ങുന്നത് റിജോയിയാണ്. റിജോയി കേരള സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ്, ഗ്രന്ഥകാരനാണ്. ഭാവി നമ്മുടെ ഭാഷാ സാഹിത്യ വിഷയങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകാൻ സാധ്യതയുള്ള യുവതലമുറയിൽപ്പെട്ട ഒരു പ്രതിഭയാണ് റിജോയ്. റിജോയിയും ഞാൻ ഔപചാരികതയുടെ പേരിൽ ഈ മീറ്റിംഗിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ചർച്ചയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, പ്ലാറ്റിനം പെരുമയുടെ സംഘാടകരായിട്ടുള്ള ദേവി കെ വർമ്മ, ഡോക്ടർ സജിത്ത്, എൻ്റെ സഹപ്രവർത്തകരായ സിന്ധു, നാരായണൻ, ലക്ഷ്മി, രേഷ്മ അടക്കമുള്ള അധ്യാപക സുഹൃത്തുക്കൾ, അതുപോലെ ഈ പരിപാടിയിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിലുള്ള ഗവേഷക വിദ്യാർത്ഥികളും PG വിദ്യാർത്ഥികളും അധ്യാപക സുഹൃത്തുക്കളും പങ്കെടുക്കുന്നുണ്ട്. ഒട്ടേറെ സുഹൃത്തുക്കൾ, റിഫ്രഷർ കോഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സുഹൃത്തുക്കൾ പങ്കെടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പലരും ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സനാതന മലയാളത്തിന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ മോഡറേറ്റർ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട ബഹുമാന്യായ അനുസ്മിതയെ ആദരവോടെ ക്ഷണിച്ചു. നന്ദി സർ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. സനാതന കോളേജിന്റെ പ്ലാറ്റിനം പെരുമ 2021 എന്നെ കൂടെ ഭാഗഭാക്കാക്കിയ ഈ കോളേജിലെ ഈ ഒരു പരിപാടിയുടെ സംഘാടകരോടും പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ മലയാള വിഭാഗം മേധാവി ഡോക്ടർ S. അജയൻ സാറിനോടുള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ ആദ്യമേ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കലകളിലൊന്നാണ് നാടകം. അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ മനുഷ്യവ്യാപാരങ്ങളെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ജനകീയ കലാരൂപമാണ് നാടകം. നാടകത്തെ സംബന്ധിച്ചിടത്തോളം ബൃഹത്തായ ഒരു പാരമ്പര്യവും ചരിത്രവുമുണ്ട്. നാടകം ചരിത്രവും വർത്തമാനവും
എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാഷണ വിഷയം. നാടകത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും നമ്മോട് സംവദിക്കാനെത്തിയ സന്തോഷ് വള്ളിക്കാട് സാറിനെ കുറിച്ച് നമ്മുടെ സ്വാഗത പ്രാസംഗികനായ അജയൻ സാർ തന്നെ വളരെ വിശദമായി പറഞ്ഞു. മഞ്ചേരി NSS കോളേജിലെ മലയാള വിഭാഗം മേധാവിയായ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് സാറാണ് നമ്മളോടൊന്ന് സംവദിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള അബുദാബി തായാട്ട് അവാർഡ് ജേതാവും കൂടിയാണ് അദ്ദേഹം. മാത്രവുമല്ല, കോവിഡ് കാലത്തെ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിൻ്റെയും പ്രവർത്തനങ്ങളുമായെല്ലാം ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ച ഒരു നാടുണരുന്നു എന്ന വീഡിയോ ഗാനത്തിലൂടെയും ഓൺലൈൻ പഠന ക്ലാസ്സുകളിലൂടെയും ഓൺലൈൻ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലൂടെയും എൻ്റെ മുൻപിലിരിക്കുന്ന പലർക്കും സുപരിചിതനായ ആളാണ് നമ്മുടെ സന്തോഷ് വള്ളിക്കാട് സർ. അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് 20ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധവും നാടകവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന കേരളീയം, വൈദ്യരത്നം PS വാര്യരുടെ ജീവചരിത്രം ചിത്രീകരിക്കുന്ന മാനവീയം, കുമാരനാശാന്റെ കരുണ എന്ന കവിതയെ അടിസ്ഥാനമാക്കി കരുണ തുടങ്ങി നാടകങ്ങളും നിരവധി സംഗീത ശില്പങ്ങളും എഴുതി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഇതിൽ കേരളീയം 100ൽ പരം വേദികളിലും കരുണയും മാനിവകവും നിരവധി വേദികളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. പടച്ചോന്റെ ചോറ്, മൈലാഞ്ചി കൈകൾ തുടങ്ങി നിരവധി ടെലിഫിലിമുകൾക്കും അദ്ദേഹം തിരക്കഥ രചിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിന് ഏറ്റവും അനുയോജ്യനായ ശ്രീ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് സാറിനെ ഈ പ്രഭാഷണം നടത്തുവാനായി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി അനുസ്മിത. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാർ. എൻ്റെ സുഹൃത്തും നമ്മുടെ കോളേജിൻ്റെ മലയാള വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ അജയ് കുമാർ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത അനുസ്മിത, ദേവി ടീച്ചർ, സനാതന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അതുപോലെ തന്നെ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യമേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു നാഴികക്കല്ലായി മാറിയ ഒരു കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന ഈ വെബിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. ദീർഘകാലം ഇനിയും പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഈ കോളേജ് ഉയർന്ന് പരിലസിക്കട്ടെ എന്ന് ആദ്യമേ സന്തോഷപൂർവ്വം ആശംസിക്കുകയാണ്. പിന്നീട് ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിലുള്ള സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു നാടകത്തെക്കുറിച്ച് വർത്തമാനം പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. വളരെ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ സംസ്കാരത്തെ, ഈ ലോകത്തെ തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലായി മാറ്റിത്തീർത്ത കലാരൂപങ്ങളിൽ ഒന്നാണ് നാടകം എന്ന് പറയുന്നത്. അത് സംഭാഷണത്തിൽ രചിക്കപ്പെട്ടതും വാക്കും ചേഷ്ടകളും കൊണ്ട് രംഗവേദിയിൽ നിന്ന് പ്രേക്ഷകനിലേക്ക് വിന്യസിക്കപ്പെട്ടതുമായ ജീവിത സംഘടനകളുടെ കഥയാണ് എന്ന് ജോൺ റിച്ചിൻ്റെ ഒരു നിർവചനമുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ടത് സംഭാഷണം. ഒരുപക്ഷെ സംഘട്ടനങ്ങൾ തുടങ്ങി പ്രേക്ഷകന്റെ ആകാംക്ഷയെ പൂരിപ്പിക്കാൻ വേണ്ടി ആംഗികവും വാചികവുമായിട്ടുള്ള അഭിനയങ്ങളിലൂടെ ഒരു സംഭവത്തെ ആവിഷ്കരിക്കുമ്പോൾ നമ്മളറിയാതെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഈ കലയുടെ ഒരു പ്രത്യേകത. മിക്ക ദൃശ്യകലകൾക്കും അത്തരത്തിലുള്ള ഒരു സവിശേഷതയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നാടകം എന്ന് പറയുന്നത് എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ ചിലപ്പോൾ നമുക്ക് നാടകകൃത്തിൻ്റെയോ ചിലപ്പോൾ സംവിധായകൻ്റെയോ അതല്ലെങ്കിൽ പ്രേക്ഷകൻ്റെയോ ചിലപ്പോൾ രംഗ സംവിധാനം ഒരുക്കുന്ന ആളിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാടകവേദി പ്രവർത്തകൻ്റെയോ ഒക്കെ റോളാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നടിക്കാൻ യോഗ്യതയുള്ളത് എന്ന അർത്ഥത്തിൽ നാടകം അതൊരു രംഗകല എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു സാഹിത്യ രൂപം എന്നുള്ള രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് നാടകം എന്നുള്ളത്. ചിലരൊക്കെ നാടിൻ്റെ അകം എന്ന് തന്നെ പറയാം. ഇതിന് രണ്ട് വശങ്ങളാണുള്ളത്. ഒന്ന്, അതൊരു രംഗകലയുടെ സ്റ്റേജ് ഭാഷ്യവും മറ്റൊന്നൊരു സാഹിത്യ രൂപം എന്നുള്ള രീതിയിലുള്ള ഒരു വായന പരിപ്രേക്ഷ്യവുമാണ്. ഇത് എല്ലാ കലകളും രൂപപ്പെടുന്നത് പോലെ തന്നെ ഒരു കാലത്ത് ഒരു അനുഷ്ഠാന കലയിടയിൽ നിന്ന് കലയുടെ രൂപപരിണാമങ്ങളിൽ നിന്നായിരിക്കാം നാടകവും ഉണ്ടായി വന്നത് എന്ന് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു കാലത്തുണ്ടായിരുന്ന ആവിഷ്കരണ കലയുടെ രൂപഭേദം എന്ന് പറയുന്നത് അതൊരു ഫോക്ക് ഡാൻസ് എന്നുള്ള രൂപത്തിൽ, നാടൻ നൃത്തം എന്നുള്ള രൂപത്തിലും അതേസമയം നാടോടി നാടകം എന്നുള്ള രൂപത്തിലും അന്ന് അത്തരം കലാരൂപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നാടൻ നൃത്തത്തിനകത്ത് സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ താളത്തിൻ്റെ ചുവട് വെച്ചുകൊണ്ട് ശാരീരികമായി ആവിഷ്കരിക്കുന്നതും നാടോടി നാടകങ്ങൾക്കകത്ത് ചിലപ്പോഴൊക്കെ റിച്വലായിട്ടുള്ള അല്ലെങ്കിൽ അനുഷ്ഠാനപരമായിട്ടുള്ള അംശങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനേതരമായിട്ടുള്ള അംശങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അഭിനേതാക്കൾ ആംഗികമായ ചലനങ്ങളിലൂടെയും നൃത്തരൂപങ്ങളിലൂടെയും ഒക്കെ ആവിഷ്കരിച്ചിരുന്ന കലാരൂപങ്ങൾക്ക് പിന്നീട് നിയതമായ വ്യവസ്ഥ ഉണ്ടായപ്പോഴാണ് അത് ചിലപ്പോൾ നാടകമായിട്ട് പരിണമിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് നാടകത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അഭിനയത്തിനാണ് നാടകത്തിൽ അല്ലെങ്കിൽ ചലനങ്ങൾക്കാണ് നാടകത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഒരുപക്ഷെ മനുഷ്യന്റെ വളരെ ജന്മസിദ്ധമായ ഒരു കഴിവ് അതാണ് നാടകത്തെ രൂപപ്പെടുത്തിയതെന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ജനിച്ച് വളരുന്ന ഓരോ ഘട്ടത്തിലും ആ കുട്ടി അനുകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനുകരണ വാസനയുള്ള ആളുകളാണ് മനുഷ്യർ. അപ്പോൾ കുട്ടി ഒരു 1, 2, 3 വയസ്സുള്ള കാലത്തൊക്കെ കുട്ടി അച്ഛനെയും അമ്മയും ഒക്കെ അനുകരിക്കുന്നു. വീട്ടിലുള്ള എല്ലാ കളികളും അങ്ങനെയുള്ള കളികൾ. പിന്നീട് കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയാൽ കുട്ടി അധ്യാപകരെ അനുകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടി വളരുന്നതിനനുസരിച്ച് കുട്ടിക്ക് ഹീറോ വരുന്നു. ചിലപ്പോൾ പിന്നീട് യുവത്വത്തിലേക്ക്, കൗമാരം കടന്ന് യുവത്വത്തിലേക്ക് എത്തുമ്പോഴേക്കൊക്കെ പല നായകന്മാരും ഉണ്ടാവും. സിനിമാ നടന്മാരും അതുപോലെ തന്നെ സ്പോർട്സ് നായകന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ അനുകരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് റോൾ മോഡലായിട്ടുള്ള ആളുകളെ ആ യൗവനത്തിന്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ റോൾ മോഡലായിട്ടുള്ള ആളുകളെ അനുകരിക്കുന്നു. പിന്നീട് ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെയും ഒരുപക്ഷെ നമ്മുടെ വസ്ത്രവിധാനത്തിലും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലും നമ്മുടെ ഹെയർ സ്റ്റൈലിലും എല്ലാം അത്തരത്തിലുള്ള അനുകരണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഈ അനുകരണമാണ് നാടകം എന്നുള്ള കലയുടെ അടിസ്ഥാന രൂപമായിട്ട് വരുന്നത്. അത് ജീവിതത്തിലെയും അല്ലെങ്കിൽ ഭാവനയിലെയും സന്ദർഭങ്ങളെ അനുകരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ
ഏറ്റവും അവസാനം സംഭവിക്കുന്നതാണ് നാടകം എന്നുള്ളൊരു. അതുകൊണ്ടാണ് നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, ഏറ്റവും പ്രാചീനമായ സാഹിത്യ രൂപങ്ങളിൽ ഒന്നായിട്ട് നാടകത്തെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഭരതന്റെ നാട്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഒക്കെ നാടകത്തിന് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നടനവിദ്യക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിനെ ഒരു സുകുമാര കലയായിട്ട് കാണുന്നു. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്, ഒരു പൂർണ്ണക്രിയയുടെ അനുകരണമാണ് എന്ന് നാടകത്തെ അരിസ്റ്റോട്ടിൽ നിർവചിക്കുന്നത്. പൂർണ്ണക്രിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം അതെവിടെയെങ്കിലും എത്തിയിരിക്കും എന്നുള്ള കാര്യം, പൂർത്തിയാകും എന്നുള്ള കാര്യം. ആ ക്രിയ പൂർണ്ണമാകുന്നത് ചിലപ്പോൾ ട്രാജഡി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കോമഡി ആയിട്ടായിരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഒരുപക്ഷെ ഈ കലയുടെ ഒരു പ്രത്യേകത, മറ്റ് കലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാടകത്തിനുള്ള ഒരു പ്രത്യേകത, ഇതൊരു സങ്കര കലയാണ്. എന്ന് പറഞ്ഞാല് ഇതിനകത്ത് സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, അതുപോലെ തന്നെ നൃത്തമുണ്ട്, ചിത്രകലയുടെ അംശങ്ങളുണ്ട്. ഇങ്ങനെ പലതരം കലകളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ കലാരൂപം രൂപപ്പെടുന്നത്. പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് രൂപപ്പെട്ട് വന്നതാണ്. നമ്മൾ സിനിമയെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും, ഒരുപാട് കലാകാരന്മാരുടെ ഒരു വലിയ പ്രസ്ഥാനമാണ് സിനിമ എന്ന് പറയുന്നത് പോലെ. അത്ര തന്നെ ടെക്നിക്കലായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം നമ്മൾ ഈ ഡ്രാമ എന്ന് പറയുന്ന, നാടകം എന്ന് പറയുന്ന രൂപത്തിന് ഉണ്ടായിരുന്നു, ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കണം, ഈ ചില നാടകവേദികൾ, പഴയ കാലത്തുണ്ടായിരുന്ന നാടകവേദികൾ നമ്മൾ ഈ സർക്കസ് കൂടാരങ്ങളൊക്കെ കെട്ടിയിരുന്നത് പോലെ, സിനിമാ തിയേറ്ററുകളൊക്കെ കെട്ടിയിരുന്നത് പോലെ ഒരു സ്ഥലത്ത് വന്ന് തമ്പടിച്ചിട്ട് മാസങ്ങളോളം അവിടെ നാടകം കളിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിരുന്നവരെ. അതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ കലാനിലയം നാടകവേദിയൊക്കെ കണ്ടിട്ടുണ്ട്. അവര് കളിച്ചിരുന്ന രക്തരക്ഷസ്, അതുപോലെ തന്നെ കടമുറ്റത്ത് കത്തനാർ തുടങ്ങിയ നാടകങ്ങളൊക്കെ എത്രയോ മാസങ്ങൾ ഒരു സ്ഥലത്ത് കളിച്ച് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ച് വന്ന് കണ്ട് പോയിരുന്ന, അതിനകത്ത് ഒരുപാട് കലാകാരന്മാർ, പലതരത്തിലുള്ള കലാകാരന്മാർ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്നു. അപ്പൊ നമ്മള് ഡ്രാമ എന്നുള്ള വാക്ക് തന്നെ പരിശോധിക്കുമ്പോൾ അതിനകത്തുണ്ടല്ലോ ഡു എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്ന്, ഡു മീൻസ് ക്രിയ എന്നുള്ള അർത്ഥത്തിലാണ് ഡു എന്നുള്ള വാക്കിന്റെ ഒരു പരിഷ്കരിച്ച രൂപമായിട്ടാണ് ഡ്രാമ എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ സമ്പൂർണമായിട്ടും നാടകത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ഡ്രാമ എന്നുള്ള പ്രയോഗത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷുകാരും മറ്റും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വിദേശികളും മറ്റും ഉപയോഗിക്കുന്നത് തിയേറ്റർ എന്ന് പറയുന്ന ആശയം. അതിന് കുറച്ചുകൂടി സാധ്യതകളുണ്ട്. അപ്പോ നാടകത്തെ നമ്മുടെ സാഹിത്യം കണ്ടിരുന്നത്, നമ്മുടെ കലാലോകം കണ്ടിരുന്നത് പ്രതിഭാശാലികളായ ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സംഭവമാണ്. ഒരുപക്ഷെ ഈ കവിത എഴുതി നല്ല കൈത്തഴക്കം വന്ന ആളുകൾക്ക് മാത്രമേ നാടകം എഴുതാൻ കഴിയുള്ളൂ എന്ന് വരെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു അതിശയോക്തികരമായിട്ടുള്ള പ്രസ്താവനയാകാം ചിലപ്പോൾ. നാടകാന്തം കവിത്വം എന്നുള്ള സംസ്കൃതത്തിലെ ചൊല്ലൊക്കെ അങ്ങനെയാണ് പ്രത്യേകതയായിട്ട് നിൽക്കുന്നത്. അതിന് അത്തരത്തിലുള്ള വിസ്മയമുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. കാളിദാസനെ പോലെയുള്ള ആളുകൾ, ഷേക്സ്പിയറിനെ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരത്തില് വളരെ ഉയർന്ന നാടക പ്രതിഭകളായിരുന്നു. പഴയ കാലത്ത് നമ്മുടെ നാടകം, മലയാള നാടകത്തിൻ്റെയൊക്കെ കഥ എടുത്തു നോക്കിയാൽ, എങ്ങനെയാണ് ഇത് വളർന്നു വരുന്നത് നോക്കിയാൽ, കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവസങ്കല്പങ്ങൾ, അതുപോലെ തന്നെ അനുഷ്ഠാന സങ്കല്പങ്ങൾ, അവയൊക്കെ, അതല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഭജനങ്ങൾ, ഇതൊക്കെ നാടകം കളിക്കുന്നതിന് ഒരു കാരണമായി മാറിയിട്ടുണ്ട് പലപ്പോഴും. ഈ ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് നാടകം രൂപപ്പെടുന്നത്. അതായത് ജീവനുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ജീവനുള്ള വേറൊരു വ്യക്തിയിലേക്ക് വളരെ പരിമിതമായ ഒരു സ്പേസിലും സമയത്തും നടക്കുന്ന അനുഭൂതിയുടെ ഒരു പകർച്ചയാണ് നാടകത്തിനകത്ത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ
നടക്കുന്ന നാടകങ്ങൾ പല തരം കാറ്റഗറിയിൽപ്പെട്ട, പല വിഭാഗങ്ങളിൽപ്പെട്ട നാടകങ്ങളാണ് എന്ന് പറയും. അത് ഒരു നാടകത്തിന് ഒരു പ്രത്യേക ഫോമോ ഫോർമാറ്റോ ഒക്കെ അതിനെയൊക്കെ മറികടന്ന് നാടകം മാറി എന്നുള്ളതാണ്. ഉത്ഭവത്തിന്റെ സമയത്തുണ്ടായിരുന്ന സങ്കല്പമല്ല നാടകത്തിന് ഇപ്പോൾ ഉള്ളത്. വ്യത്യസ്തമായ ഒരുപാട് നാടക സങ്കല്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാടകത്തെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നാടകത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ ഓരോ കാലത്തുണ്ടായ നാടകത്തെയൊക്കെ പരിശോധിക്കുന്നതിന് പകരം വ്യത്യസ്തമായ കുറേ നാടകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള അതിന്റെ വൈവിധ്യം തന്നെ വളരെ പ്രധാനമാണ്. ഒരു വിഭാഗം നാടകങ്ങൾക്ക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തെരുവ് തന്നെ. അതിന് പ്രത്യേകിച്ച് രംഗവേദിയോ കർട്ടനോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഒരു തെരുവിനെ തന്നെ അരങ്ങാക്കി മാറ്റുന്ന നാടകങ്ങളെ നമ്മൾ തെരുവ് നാടകങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇത്തരം നാടകങ്ങൾ സാമൂഹികമായ പ്രശ്നങ്ങളോടുള്ള പ്രതികരണം എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അവയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഹല്ലാബോൽ പോലെയുള്ള ഈ ശബ്ദരാഷ്ട്രീയെ പോലെയുള്ള ആളുകളുടെ നാടകത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുക. നാടകത്തിന് വേണ്ടി തെരുവിൽ മരിക്കേണ്ടി വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ അനുസ്മരിക്കാതെ നമുക്കൊരു നാടകത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നാടകങ്ങൾ ഒരു ചരിത്രത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KPSC പോലെയുള്ള നാടക സംഘങ്ങൾ കളിച്ചു നടന്ന നാടകങ്ങളാണ് കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള കാരണം പോലും ചിലപ്പോൾ നാടകത്തിന്റെ സ്വാധീനമായിരിക്കുക. എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ മാത്രം സ്വാധീനമാണ് എന്നുള്ളത് കൊണ്ടല്ല അർത്ഥമാക്കുന്നത്. പക്ഷെ നാടകത്തിന് അത്രയേറെ സ്വാധീനമുണ്ടായിരുന്നു, അതിലെ പാട്ടുകൾക്ക് അത്രത്തോളം പങ്കുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വിസ്മരിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഒരു പ്രത്യേക നാടകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ചവിട്ട് നാടകം എന്ന് പറഞ്ഞ സാധനം. ഇത് പിന്നെ ക്രൈസ്തവർ ആവിഷ്കരിച്ചതാണ്. അതായത് കഥാപാത്രം പാട്ടുപാടി നൃത്തം ചെയ്തിട്ട്, നൃത്തം ചെയ്യല്ല ചവിട്ടിയിട്ട്, നൃത്തം ചവിട്ടിന്റെ രൂപത്തിലാണ്. ആദ്യം ഒരു ചവിട്ട് ചവിട്ടിയിട്ടാണ് പിന്നെ നൃത്തം ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തീയ കഥകൾ അവര് ആവിഷ്കരിച്ചു. അതില് മിക്കവാറും റോമൻ ചക്രവർത്തിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഈ ജനോവ നാടകം പോലെയുള്ള, അല്ലെങ്കിൽ ബൈബിളിലെ കഥകളായിരുന്നു ചവിട്ട് നാടകത്തിന്റെ പ്രധാന പ്രമേയം. ഇങ്ങനെ പോകുമ്പോഴും നമ്മൾ ചിലപ്പോൾ നാടകത്തിന്റെ ചരിത്രത്തെ കുറിച്ച് കേൾക്കുന്നു. പിന്നെ ചില നാടകങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ഈ വളരെ വായിച്ച് ആസ്വദിക്കാനായി മാത്രം എഴുതുന്ന നാടകങ്ങളുണ്ട്. അതായത് ദൃശ്യരൂപത്തില് നാടകങ്ങൾ പുസ്തകത്തിന്റെ രൂപത്തിൽ അവിടെ ഇരുന്നാൽ ആരും കാണുന്നില്ല. അപ്പൊ ദൃശ്യവിസ്മയമായിട്ട് നാടകം പുറം ലോകത്തിന്റെ മുമ്പിൽ വരാതിരിക്കും. വളരെ ക്ലോസ് ആയിട്ട് വായിച്ച് ആസ്വദിക്കാൻ വേണ്ടിയും മാത്രമുള്ള ചില നാടകങ്ങളുണ്ട്. അത്തരം നാടകങ്ങൾ ചിലതൊക്കെ അങ്ങനെ സംഭവിക്കാമെന്നതാണ്. ക്ലോസറ്റ് നാടകങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന നാടകം. അതുപോലെ തന്നെ സംഗീത നാടകങ്ങൾ. കേരളത്തിന്റെയൊക്കെ നാടക ചരിത്രത്തിൽ, മലയാളത്തിന്റെ നാടക ചരിത്രത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരുന്നത് സംഗീത നാടകങ്ങൾ. മലയാളത്തിലേക്ക് നാടകം വരുന്നത് സംസ്കൃത നാടകങ്ങളുടെ ചുവട് പിടിച്ചാണ്. പിന്നീട് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഉണ്ടായിരുന്ന ഈ തമിഴ് സംഗീത നാടകങ്ങൾ, ആ നാടകങ്ങൾ ആയിരുന്നു നമ്മുടെ നാട്ടില് ആദ്യം കളിച്ചിരുന്നത്. സംഗീത നാടകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ട് പാടിയിട്ട് നൃത്തം വെച്ചുകൊണ്ട്, ചുവട് വെച്ചുകൊണ്ട്, അതിൻ്റെ ഇടയിൽ സംഭാഷണമൊക്കെ വന്നുകൊണ്ടുള്ള നാടകങ്ങൾ. ഇപ്പൊ അങ്ങനെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല സംഗീത നാടകം. പക്ഷെ ചില സിനിമകളിലൊക്കെ നമ്മൾ അത്തരം നാടകത്തിന്റെ സന്ദർഭങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പഴയ സ്റ്റൈലിൽ പറഞ്ഞ ഒരു ബാലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു തമിഴ് സംഗീത നാടക പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ആ സംഗീത നാടക പാരമ്പര്യത്തിനെ തുടർന്ന് ആളുകൾ, ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങൾ കേരളത്തിൽ വന്നിട്ട് നാടകം കളിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അന്ന് മലയാളത്തിൽ നാടകങ്ങളില്ല. അപ്പൊ അത്തരം നാടകങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചില ആളുകൾ തമിഴ് നാടകത്തിനെ അനുകരിച്ചുകൊണ്ട് നാടകം എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് PS വാര്യർ. അദ്ദേഹം ഒരു നാടക കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്.
ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നാടകം കളിക്കുക, അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് കോഴിക്കോട് നാടകം കളിച്ചാൽ പിന്നീട് തൃശ്ശൂർ പോയി കളിക്കുക, അങ്ങനെ കൊച്ചിയിൽ പോയി കളിക്കുക. അവിടെ എന്താ രസം വെച്ചാല് ഈ വലിയ ഓലമേഞ്ഞ ഷെഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ രംഗ സംവിധാനത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ പെട്രോൾമാക്സ് കത്തിച്ചു വെച്ചിട്ട് ഈ വെളിച്ചത്തിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അത്തരം ടെക്നോളജി ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഈ കലാനിലയം നാടകം കളിച്ച സമയത്ത് പിന്നെ സ്റ്റേജിൽ പുഴയുണ്ടായിരുന്നു, പുഴയിലൂടെ തോണി ഒഴുകിയിരുന്നു. കടമുറ്റത്ത് കത്തനാർ ആ തോണിയിലാണ് പോയിരുന്നത്. ആ സമയത്താണ് അങ്ങനെ പ്രേതത്തിനെ കാണുന്നതൊക്കെ. അതല്ലെങ്കിൽ ഡ്രാക്കുള എന്നുള്ള നാടകം കളിച്ചപ്പോൾ പിന്നെ തിയേറ്ററിനകത്ത്, അതായത് സ്റ്റേജിനകത്ത് കാറ് പോകുന്നു, വിമാനം വന്നിറങ്ങുന്നു, ഇത്തരം സീനുകളൊക്കെ കാണിച്ചിട്ട്. അപ്പോഴേക്കും കുറച്ച് വലിയ ടെക്നോളജി ഉള്ള കാലമാണ്. ഈ ടെക്നോളജി ഇല്ലാത്ത കാലത്ത് പോലും സ്റ്റേജിൽ മഴ പെയ്യിക്കുന്ന രീതിയിൽ, പുഴയൊഴുകുന്ന രീതിയിൽ, നിലാവെളിച്ചം വീഴുന്ന രീതിയിൽ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇത്തരം നാടകങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം നല്ല തങ്കാള്, അതുപോലെ തന്നെ സംഗീത ശാകുന്തളം പോലെയുള്ള നാടകങ്ങളൊക്കെ എഴുതി. ഇപ്പോ സി അച്യുതമേനോന്റെ സംഗീത നൈഷധം, അതുപോലെ തന്നെ KC കേശവപിള്ളയുടെ സദാരാമ, ഇതൊക്കെ വളരെ പ്രസിദ്ധങ്ങളായ സംഗീത നാടകങ്ങളായിരുന്നു. ഇതൊക്കെ തമിഴ് നാടകത്തിന്റെ പാരമ്പര്യമുള്ള നാടകങ്ങളാണ്. അതിൽ ഈ പ്രധാന കഥാപാത്രങ്ങൾക്കൊക്കെ പാടി അഭിനയിക്കണം എന്നുള്ള ഒരു പ്രത്യേകത. അപ്പോൾ കുറച്ച് സംഗീത വൈദഗ്ധ്യമൊക്കെ അന്ന് വേണ്ടിയിരുന്നു. പിന്നീട് അത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ കഥയുടെ അധിക ഭാഗവും ഈ പാട്ടിന്റെ രൂപത്തിലാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു നാടക സംഗീതം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ തുടക്കകാലത്തുണ്ടായത്. എപ്പിക് തിയേറ്റർ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് കിട്ടിയത് ബ്രഹത്തിന്റെ നാടകങ്ങളിൽ നിന്നാണ്. ആ സമ്പ്രദായത്തിൽ നിന്നാണ് അത്തരം ഒരു നാടകം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ചിന്തിപ്പിക്കുക, ഉണർത്തുക, അങ്ങനെയുള്ള ഒരു പ്രോസസ്സിന് വേണ്ടി നാടകം എഴുതുക. ആ നാടകം അതായത് ഒരു പ്രത്യേക ആശയത്തിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന നാടകങ്ങളാണ് എപ്പിക് തിയേറ്ററിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ CJ തോമസിന്റെ ഒക്കെ നാടകങ്ങൾ അതിനകത്ത് ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട്. CJ തോമസിന്റെ ക്രൈം 1128 അല്ലെ, 1128 ക്രൈം 27 എന്നുള്ള നാടകമൊക്കെ ഇത്തരത്തിലെ ഒരു നാടകം. അതുപോലെ തന്നെ അബ്സേർഡ് ഡ്രാമ എന്ന് പറയുന്ന ഒരു നാടക സങ്കേതം ഉണ്ട്. അത് അസംബന്ധം എന്ന് തോന്നുന്ന ആശയങ്ങളും ദർശനങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന നാടകമായിരുന്നു. അത് നാടകത്തിന്റെ ഒരു പൊതു സ്വഭാവം ആ നാടകങ്ങൾക്ക് ഉണ്ടാവില്ല. നമുക്ക് പുറത്തു നിന്നാണെങ്കിൽ സാമുവൽ ബക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോയോ പോലെയുള്ള നാടകങ്ങൾ, ഇവിടെയാണെങ്കിൽ NN പിള്ളയുടെയും G ശങ്കര പിള്ളയുടെയും ഒക്കെ ചില നാടകങ്ങൾ ഇത്തരത്തിൽ അസംബന്ധ നാടകങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത്. നാടകങ്ങളുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അമേച്വർ നാടകങ്ങൾ ഉണ്ടായി, പ്രൊഫഷണൽ നാടകങ്ങൾ. കലയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം, അതായത് നാടകത്തെ സ്നേഹിക്കുന്ന ആളുകൾ നാടകത്തിന് വേണ്ടി മാത്രം നടത്തുന്ന അത്തരം നാടകങ്ങളെയാണ് നമ്മൾ അമേച്വർ നാടകങ്ങൾ. അതേസമയം നാടകം ഒരു വരുമാന മാർഗമാക്കി മാറ്റി സാമ്പത്തികം ലക്ഷ്യമാക്കി പ്രവർത്തിപ്പിക്കുന്ന നാടക സങ്കേതങ്ങളെയാണ് നമ്മൾ പ്രൊഫഷണൽ നാടകങ്ങൾ. ഒരുപാട് പ്രൊഫഷണൽ നാടക ട്രൂപ്പുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംഘചേതനയായാലും കണ്ണൂരിലെ സംഘചേതനയായാലും കലിംഗ തിയേറ്റേഴ്സ് ആയാലും ഇങ്ങനെ ഒരുപാട് തിയേറ്ററുകൾ. അതുപോലെ തന്നെ ഒരു കാലത്ത് നമുക്ക് കാക്കരശ്ശി നാടകങ്ങളുണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ അനുഷ്ഠാന കലയോ അല്ലെങ്കിൽ നാടൻ കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാക്കാലൻ, അതുപോലെ തന്നെ കാക്കാത്തി, ഇവരുടെ ജീവിതത്തിലെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ, അവരുടെ പ്രണയം, അതിൻ്റെ പ്രണയ കലഹങ്ങൾ, ഇതൊക്കെയായിരുന്നു അതിനകത്തുണ്ടായിരുന്ന വിഷയങ്ങൾ. അതിൽ ചിലപ്പോൾ പുരാണ കഥയുടെ ചില ഭാഗങ്ങളൊക്കെ അതിനോടൊപ്പം ചേർന്ന് വളരെ രസകരമായിട്ട് അവർ പാടി അഭിനയിച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ആയിരുന്നു പൊറാട്ട് നാടകങ്ങൾ. അതൊരു പ്രത്യേക വിഭാഗം ആളുകളാണ് അത്തരം നാടകങ്ങൾ കളിച്ചിരുന്നത്. പാണ സമുദായത്തിലെ ആളുകളാണ് അത് അവതരിപ്പിച്ചിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ സാമുദായിക ജീവിതക്രമങ്ങളെ ഇത്തരത്തിൽ നേരത്തെ കണ്ടതുപോലെ ഫലിത രൂപത്തിൽ, കാക്കരശ്ശി നാടകം പോലെ ഫലിത രൂപത്തിൽ ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ കുറവനും
കുറത്തിയും മണ്ണാനും മണ്ണാത്തി അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പിന്നീട് പടയണി പോലെയുള്ള കലാരൂപങ്ങളിൽ അവിടെയും നാടകത്തിന്റെ അംശം അതേപോലെ തന്നെ എടുത്തുപയോഗിച്ചുകൊണ്ട് പടയണിക്കകത്ത് ചില നാടകങ്ങളുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചു. പിന്നീട് നമ്മുടെ മലയാളത്തിലുണ്ടായ മറ്റൊരു നാടകവേദി തനത് നാടകവേദി എന്ന് പറഞ്ഞ സംഗതിയാണ്. അത് നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിനനുസരിച്ച് നാടോടി കലാരൂപങ്ങളോ അല്ലെങ്കിൽ ക്ലാസിക് കലകളുടെയോ ഒക്കെ മിശ്രിത രൂപം നാടകത്തിനകത്തുകൂടി ഉപയോഗിക്കുക എന്നുള്ളത്. അതിനകത്ത് നമ്മുടെ സംഗീതത്തെ ഉപയോഗിക്കുക, നമ്മുടെ താളാത്മകമായ ചലനങ്ങളെയും സംഭാഷണങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ കലയുടെ നാടകത്തിനകത്തേക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ കഥാപാത്രങ്ങളുടെ വേഷവിധാനത്തിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രത്യേകതകൾ നമുക്ക് കാണാം. തെയ്യത്തിന്റെയോ അല്ലെങ്കിൽ പിന്നെ പടയണിയുടെയോ അതല്ലെങ്കിൽ വല്ല കോലംതുള്ളലിന്റെയോ ഒക്കെ വേഷത്തിലായിരിക്കും ചിലപ്പോൾ കഥാപാത്രങ്ങൾ ഉണ്ടാവുക. അത്തരം പാട്ടുകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പൊ കാവാലം നാരായണ പണിക്കരുടെയൊക്കെ നാടകവേദി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജി ശങ്കരപിള്ള, CN ശ്രീകണ്ഠൻ നായർ, കാവാലം നാരായണ പണിക്കർ തുടങ്ങിയവരൊക്കെ ഒരുപാട് നാടകങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ശാകുന്തളം വരെ പുതിയ രീതിയിലേക്ക് ആവിഷ്കരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു രീതിയിലെ നാടകങ്ങളായിരുന്നു റേഡിയോ നാടകങ്ങൾ. അതിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നാടകങ്ങളാണെന്നുള്ളത്. ശബ്ദത്തിലൂടെ മാത്രം പ്രേക്ഷകരിലേക്ക് ഈ ആശയങ്ങളെ എത്തിക്കുക എന്നുള്ളതായിരുന്നു റേഡിയോ നാടകത്തിന്റെ പ്രത്യേകത. സംഭാഷണങ്ങൾ, അതിന്റെ വ്യതിയാനങ്ങൾ, ശബ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ സംഗീതം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം അഭിനയത്തെ ധ്വനിപ്പിക്കാൻ. നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കാഴ്ചയിലൂടെ സംവേദനം ചെയ്യപ്പെടാതെ കേൾവിയിലൂടെ മാത്രം രംഗവിധാനത്തിന്റെയോ അല്ലെങ്കിൽ രംഗസംവിധാനങ്ങളുടെയോ സാധ്യതകൾ ഒട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത നാടകങ്ങളായിരുന്നു. പിന്നെ കൊച്ചു കൊച്ചു നാടകങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളതിനെ ഏകാംഗ നാടകങ്ങൾ എന്നാണ് വിളിക്കുക. ഒറ്റ അംഗം കൊണ്ട് തീരുന്നത്. നാടകത്തിന് ഒരുപാട് അംഗം ഉണ്ടായിരിക്കണമെന്നും പ്രതിനായകൻ ഉണ്ടായിരിക്കണം, നായകൻ ഉണ്ടായിരിക്കണമെന്നും ഒക്കെ പറയുന്ന ഒരുപാട് നാടകത്തിന്റെ ലക്ഷണങ്ങളെ ഒക്കെ മാറ്റി തീർത്തുകൊണ്ടുള്ള കൊച്ചു നാടകങ്ങളെയാണ് നമ്മൾ ഏകാംഗ നാടകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു ഒറ്റ രംഗം കൊണ്ട് പൂർണ്ണമാകുന്ന ഒരു നാടകം, ചുരുങ്ങിയ ചുരുങ്ങിയ കഥാപാത്രങ്ങളെ കൊണ്ട് അവതരിപ്പിക്കണം. എന്നാൽ അതേസമയം ഒരു പൂർണ്ണമായ പ്രക്രിയയായിരിക്കണം, ആശയമുണ്ടായിരിക്കണം. നമ്മളൊരു ചെറുകഥ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഒരു വലിയ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് ഒരു നോവലാണെങ്കിൽ, ഒരു ഏകാംഗ നാടകം എന്ന് പറയുന്നത് ഒരു മിനിക്കഥയോ ചെറുകഥയോ ഒക്കെ ആയി മാറുന്ന ഒരു സംഗതി. മലയാളത്തിൽ ആദ്യം ഉണ്ടായ നാടകങ്ങളിൽ ചില രൂപങ്ങളാണ് പ്രഹസനം എന്ന് പറയുന്നത്. ഒരു പരിഹരിക്കപ്പെടേണ്ട പ്രശ്നത്തിനെ പരിഹാസ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഗദ്യനാടകങ്ങളെയാണ് പ്രഹസനം എന്നുള്ളത്. CV രാമൻപിള്ളയുടെ ചന്ദ്രമുഖി വിലാസവും ബട്ട്ലർ പപ്പനും പണ്ടത്തെ പാച്ചനും ഒക്കെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളായിരുന്നു. പ്രധാനം എന്ന് പറയുന്നത് പരിഹസിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ EV കൃഷ്ണപിള്ള, NP ചെല്ലപ്പൻ നായർ, TN ഗോപിനാഥൻ നായർ തുടങ്ങിയ ആളുകളൊക്കെ പ്രഹസനങ്ങൾ എഴുതിയിട്ടുണ്ട്. കുറേ പ്രഹസനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാലെ എന്ന് പറയുന്നതും ഇത്തരത്തിലൊരു വിഭാഗമാണ്. നൃത്തം, സംഗീതം, രംഗത്ത് അവതരിപ്പിക്കുന്നതിന്റെ പ്രത്യേകതകൾ, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പുരാണ കഥകളെ എടുത്തുകൊണ്ടാണ് ബാലെ ഉപയോഗിച്ചിരുന്നത്. സംഗീത നാടകങ്ങളിൽ എന്തും പ്രമേയമായി വന്നിരുന്നുവെങ്കിൽ ബാലയിൽ എപ്പോഴും പുരാണ കഥകളായിരുന്നു. അതിനൊരു ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു സിനിമാറ്റിക് ഡാൻസിന്റെ രൂപത്തിൽ ആണ് അത്. പാവകളെ കൊണ്ട് നാടകം കളിപ്പിച്ചിരുന്നു. അത്തരം നാടകങ്ങളെ നമ്മൾ വിളിച്ചിരുന്നത് പാവ നാടകങ്ങളാണ്. ഇന്ത്യൻ നാടകവേദിയുടെ ഒരു ഭാഗമാണ് പാവനാടകങ്ങൾ. അത് നമ്മുടെ നാട്ടിലും മലയാളത്തിലും ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പാവകളി സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഷാഡോ പപ്പറ്റ് എന്ന് പറഞ്ഞാൽ നിഴൽ രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ വെളിച്ചങ്ങനെ വെച്ചിട്ട് ആ വെളിച്ചം അടിച്ചതിന് ശേഷം നിഴലുണ്ടാക്കിയിട്ട് ആ രൂപങ്ങളുടെ നിഴലുകൾ തമ്മിൽ ഉപയോഗിക്കും നാടകത്തെയാണ് നമ്മൾ ഷാഡോ പപ്പറ്റ്. അതിൽ തന്നെ ലെതർ പപ്പറ്റുകൾ ഉണ്ടായിരുന്നു. തോൽപ്പാവ കൂത്തുകൾ അല്ലെങ്കിൽ തോൽപ്പാവ നാടകങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില ക്ഷേത്രങ്ങളിലൊക്കെ അനുഷ്ഠാന രൂപമായിട്ട് ഇപ്പോഴും തോൽപ്പാവ കൂത്ത് നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ റോഡ് പപ്പറ്റുകൾ ഉണ്ടായിരുന്നു. ഈ ബംഗാളിലെ ആദിവാസി
നാടകങ്ങൾക്കിടയിലുള്ള ഒരു കലാരൂപം തന്നെയാണ് റോഡ് പപ്പറ്റ് എന്ന് പറയുന്നത്. ഒരു തടിയുടെ മുകളിൽ ഇങ്ങനെ ആണ് അത് ചെയ്യുന്നത്. ഹാൻഡ് പപ്പറ്റുകളുണ്ട്, കൈയുടെ അകത്ത് കയ്യുറയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൈകൊണ്ട് ഉപയോഗിക്കുന്ന തരത്തിലുണ്ടായിരുന്നു. സ്ട്രിങ് ഉപയോഗിച്ചുള്ള സ്ട്രിങ് പപ്പറ്റുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നാടകങ്ങൾ, ഭാവനാടകങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രാഷ്ട്രീയ നാടകം. ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു സാമൂഹികമായ പ്രശ്നത്തെ അതിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള നാടകങ്ങളെയാണ് നമ്മൾ രാഷ്ട്രീയ നാടകങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ബാസിയുടെ, അതുപോലെ തന്നെ കെ ദാമോദരന്റെ പാട്ടപാക്കി, ഇതൊക്കെ സമൂഹത്തിലെ ചലനങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ നാടകങ്ങൾ. മിക്കവാറും അത്തരം നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രായോഗികമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുകാടിന്റെ നമ്മളൊന്ന് ഇത്തരത്തിലുള്ള ഒരു നാടകമാണ്. സാമൂഹിക നാടകങ്ങളുടെ കൂട്ടത്തിലും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ വന്നിട്ടുണ്ടെന്നില്ല. KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് തുടങ്ങിയ നാടകങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ വരുന്ന നാടകം. തൊഴിലാളി നാടകവേദി എന്ന് പറയുന്ന ഒരു സംഭവം ലണ്ടനിൽ നടന്ന ഒരു വർക്കേഴ്സ് തിയേറ്റർ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് 1930-കളിലൊക്കെ ഉണ്ടായ ഒരു സംഗതി. അതായത് തൊഴിലാളികളുടെ നാടക രൂപത്തിലുള്ള സമരാവിഷ്കാരത്തെയാണ് തൊഴിലാളി നാടകങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. കേരളത്തിലും അത്തരത്തിലുള്ള തൊഴിലാളി നാടക സങ്കല്പം വളർന്ന് വന്നിരുന്നു. അത് ജന്മികുടിയാൻ ബന്ധത്തിലെ നീതികേടുകളെ കുറിച്ചും അതുപോലെ തന്നെ അടിമ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും അതിന്റെ കെടുതികളെ കുറിച്ചും ഒക്കെ, പിന്നെ അനാചാരങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള നാടകങ്ങൾ. അതിനിപ്പോ വളരെ പ്രധാനമാണ് PM താജിന്റെ നാടകങ്ങള്. പിന്നെ എനിക്ക് തോന്നുന്നു PM താജിന്റെ രാവുണ്ണി, അതുപോലെ തന്നെ കുടുക്ക, ഇത്തരം നാടകങ്ങളൊക്കെ ഈ കാറ്റഗറിയിൽ പെട്ട നാടകങ്ങളാണ്. പ്രത്യക്ഷത്തിൽ അത്തരം ആശയങ്ങൾ പറയുന്ന നാടകം. അതുപോലെ തന്നെ പരീക്ഷണ നാടകവേദി എന്ന് പറയുന്ന എക്സ്പെരിമെന്റൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അതായത് വ്യത്യസ്ത രംഗ വൈചിത്ര്യങ്ങളെ അല്ലെങ്കിൽ അത്തരം സങ്കീർണതകളെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ചില പരീക്ഷണങ്ങൾ നാടകത്തിൽ വരുത്തുക എന്നുള്ളതാണ്. സാൽവദോർ ദാരിയെ പോലെയുള്ള ആളുകളാണ് പരീക്ഷണ നാടകങ്ങളുടെ വക്താക്കളായിട്ട് അറിയപ്പെട്ടിരുന്നത്. 70-കളിൽ മലയാളത്തിലും ഇത്തരത്തിലുള്ള പരീക്ഷണ നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാവാലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന, അല്ലെങ്കിൽ CN ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന തനത് നാടകവേദി എന്നൊക്കെ പറയുന്നത് വളരെ സൂക്ഷ്മമായ അർത്ഥത്തിൽ പരീക്ഷണ നാടകവേദിയുടെ ഒരു പതിപ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ധമായിട്ടൊന്നിനെ അനുകരിക്കാതെ എപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് പുതിയ പുതിയ സങ്കല്പങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെയുള്ള നാടക സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ത്രീ നാടകവേദി എന്നൊക്കെ ഇപ്പോൾ പറയും. അതായത് സ്ത്രീകളുടെ വിഭിന്ന സ്വഭാവത്തിലുള്ള പ്രാതിനിധ്യത്തെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ, അവര് തന്നെ തിയേറ്റർ രംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരിക, അവര് ഇടപെടുക. അപ്പൊ അങ്ങനെ നടന്ന ഒരുപാട് ഇന്ത്യൻ തിയേറ്ററിനകത്ത് പിന്നെ സ്ത്രീ നാടകവേദി ഒരു വലിയ പരിവർത്തനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ചരി, ഭാരതി സാരാഭായി, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് ഉണ്ടായ ഇതിനു ശേഷം പിന്നീട് തൊഴിൽ കേന്ദ്രത്തിലേക്ക് പോലെയുള്ള നാടകം ഉണ്ടാകുന്നത് പോലെ സ്ത്രീ നാടകവേദി എന്ന് പറയുന്നത് ഒരു സംഗതിയായിട്ട് ഉണ്ടായിരുന്നു. സരസ്വതി അമ്മയുടെ പിന്നെ ദേവഭൂതി പോലെയുള്ള നാടകങ്ങൾ, പുനർജന്മം, ലളിതാംബിക അന്തർജനത്തിന്റെ അങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ, ഇത്തരം നാടകങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടല്ല. അത് ഈ അവസാന കാലത്ത് പിന്നെ സജിതാ മഠത്തിൽ വരെയുള്ള ആളുകൾ ഇത്തരത്തിൽ നാടക പ്രവർത്തനം ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് നാടകം അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകങ്ങൾ വരെയുണ്ട്. ഇപ്പൊ ഈ നാടകത്തിന്റെ സങ്കല്പ സംഘമായി അവതരിപ്പിച്ചിരുന്ന നാടകങ്ങളെ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന രീതിയിലും ഒരൊറ്റ കഥാപാത്രമായിട്ടും ഒരു നാടകത്തെ മുഴുവൻ ആവിഷ്കരിക്കുന്ന ഏകപാത്ര നാടകം എന്ന് പറയുന്ന സംവിധാനം വരെ ഉണ്ടായി. പിന്നെ കുട്ടികളുടെ നാടകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കുട്ടികളുടെ നാടകവേദി എന്നുള്ള സങ്കല്പം ഉണ്ടാകുന്നു.
കുട്ടികൾക്ക് ഉൾക്കൊള്ളാനും അവർക്ക് ആസ്വദിക്കാനും അവർക്ക് അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള വേദികൾ ഉണ്ടാക്കുക. മുതിർന്നവരുടെ നാടകങ്ങളല്ലാതെ മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് അവരുടെ ആശയങ്ങളെ മനസ്സിലാക്കാനുള്ള ആശയങ്ങളോട് സംവദിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തിയേറ്റർ സങ്കല്പങ്ങളുണ്ട്. അത് പിന്നെ വിദേശത്തും ഉണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ പിന്നെ സ്കൂൾ തലത്തിലുള്ള നമ്മുടെ സ്കൂൾ നാടകവേദി മത്സരങ്ങൾ മാത്രമല്ല, ജി ശങ്കരപ്പിള്ളയെ പോലെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് വെഞ്ഞാറമൂടില് രംഗപ്രഭാത്, കൊച്ചുനാരായണ മാഷിനെ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഭാസവേദി, ഇതൊക്കെ ഇത്തരത്തിൽ നാടകം അവതരിപ്പിച്ച അല്ലെങ്കിൽ നാടകത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഈ അത്തരം അവതരിപ്പിച്ച നാടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാടകങ്ങളിലൊന്ന് ചാത്തുമാന്റെ ചെരുപ്പ് എന്ന് പറയുന്ന സാറ ജോസഫിന്റെ നാടകം, അതുപോലെ തന്നെ അലമാരയിലെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഹരിദാസ് കരിവള്ളൂരിന്റെ നാടകങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട നാടകങ്ങളായിരുന്നു. അപ്പോൾ നാടകത്തിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ലോക നാടകത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഗ്രീസിൽ നിന്ന് തുടങ്ങുന്ന നാടകങ്ങൾ, അവര് ദുരന്ത നാടകങ്ങളും അതുപോലെ തന്നെ ശുഭ പര്യവസാനിയായ അല്ലെങ്കിൽ ഹാസ്യ നാടകങ്ങൾ എന്ന് പറയുന്ന സറ്റാറിക് പ്ലേ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട നാടകങ്ങൾ, കോമഡി, ട്രാജഡി, ഇതെല്ലാം കൂടി കലർന്നിട്ടുള്ള നാടകങ്ങൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് വരികയും അവതരിപ്പിക്കുകയും ചെയ്തപ്പോഴേക്കും അതിന് വ്യത്യസ്തമായ ഒരുപാട് മാനങ്ങൾ, ഒരുപാട് തലങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു സമൂഹത്തിനെ മുഴുവൻ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനെ അല്ലെങ്കിൽ ഒരു ഭരണപ്രക്രിയയെ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളെ ഒക്കെ നവീകരിക്കുന്നതിന് വേണ്ടി, ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഒക്കെ ഇത്തരം നാടകങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരം നാടകങ്ങളിൽ ഒരുപാട് നാടകങ്ങളുടെ പേരും നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഞാൻ ഇപ്പൊ തന്നെ ഏകദേശം ഒരു നാടകം ഇങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ മണിപ്രവാള, ശാകുന്തളം അടക്കമുള്ള നാടകങ്ങളിൽ നിന്ന്, അതായത് പഴയ സംസ്കൃത നാടകത്തിന്റെ ചുവട് പിടിച്ചിട്ടുള്ള നാടകത്തിൽ നിന്ന് അല്ലെ, ഇങ്ങനെ ഉണ്ടാക്കിയ കുറെ നാടകങ്ങളുണ്ടല്ലോ, മാളവിക, അഗ്നിമിത്രം, ജാനകി പരിണയം തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ, അത്തരം നാടകങ്ങളിൽ നിന്നൊക്കെ കടന്നു പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സംഗീത നാടകങ്ങളിലൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്രിസ്തീയ സഭകളുടെ പിന്നെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കുറെ നാടകങ്ങളുണ്ട്. മറിയാമ്മ നാടകം പോലെയുള്ള നാടകങ്ങളുണ്ട്. അതിലൂടെയൊക്കെ കടന്നുപോയിട്ട് നമ്മൾ ഈ സംഗീത നാടകത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വീണ്ടും ഒരുപാട് തരത്തിലുള്ള നാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടുംപുറങ്ങളിൽ ഒരുപാട് ജനകീയ നാടക സമിതി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പി എൻ പണിക്കരുടെ വായനാ ദിനത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനകീയ ഗ്രന്ഥശാലകൾ ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനകീയ കലാസമിതി പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു, നാടകങ്ങളും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നമ്മൾ വെള്ളരി നാടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുംപുറങ്ങളിൽ ആഘോഷത്തിന്റെയൊക്കെ ഭാഗമായിട്ട് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തൊക്കെ ആ കൊയ്ത്ത് കാലത്ത് മുമ്പായിട്ട് കൃഷി എടുക്കുന്ന സമയത്ത് എഴുതി ഉണ്ടാക്കി അതിന് കാവൽ നിൽക്കുന്ന കാലത്ത് റിഹേഴ്സൽ ചെയ്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് അവിടെ അവതരിപ്പിച്ചിരുന്ന വെള്ളരി നാടകങ്ങളുണ്ടായിരുന്നു. ജനകീയ നാടക സമിതി പ്രസ്ഥാനങ്ങൾ നടത്തിയിരുന്ന നാടകങ്ങളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക നായകന്മാരായിട്ടുള്ള, സാമുദായിക ആചാര്യന്മാരായിട്ടുള്ള ആളുകളെല്ലാം നമ്മളോട് അറിവ് നേടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞ് വിദ്യ നേടി പ്രബുദ്ധരായി നമ്മൾ നവോത്ഥാനത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്, അല്ലെങ്കിൽ ആ നവോത്ഥാന സങ്കല്പത്തെ ഒന്നുകൂടി ഉഴുതുമറിച്ച് അവിടെ വിധയൊരുക്കുന്നത് ഈ ഗ്രന്ഥശാല സമിതി പ്രസ്ഥാനവും അതുപോലെ തന്നെ ജനകീയ കലാസമിതി പ്രസ്ഥാനവും. അതെല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു. ഈ പൊതു ഇടങ്ങളിലേക്ക് ആളുകൾക്ക് എല്ലാവർക്കും കയറി ചെല്ലാമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് നാടകം കളിക്കുകയും പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയും കലാപരിപാടികൾ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു നാട് എന്നുള്ള അർത്ഥത്തിൽ മലയാളത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് കേരളത്തിനെ ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറാൻ കേരളത്തിനെ പ്രാപ്തരാക്കിയത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള നാടകങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്
നാടകങ്ങൾ അവതരിപ്പിച്ചു. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര കാലത്ത് അത്തരം നാടകങ്ങൾക്ക് ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്നു. ജാതി സ്പർദ്ധ നിലനിന്നിരുന്ന കാലത്ത് ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്നു. അത്തരം സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളത് ഈ നാടകങ്ങളുടെ ഒരു ദൗത്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കടന്നു വന്ന നാടകങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരുപക്ഷെ സമൂഹത്തിൽ നല്ല മനുഷ്യനാവാൻ നോക്ക് എന്ന് പറഞ്ഞ് EK അയമൂന്റെ ഒരു നാടകമുണ്ട്. അതായത് മനുഷ്യനാണ് നന്നാവേണ്ടത് എന്ന ആശയം, ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യനാണ് നന്നാവേണ്ടത് എന്നുള്ള ഒരു സാമൂഹിക പ്രശ്നത്തെ എടുത്തു. ഒരു കാലഘട്ടത്തിൽ കലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ആസ്വാദനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുരാണ കഥകളും കഥാസന്ദർഭങ്ങളും നാടകമാക്കി ആവിഷ്കരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രശ്നത്തോട് പ്രതികരിക്കാൻ വേണ്ടി ഹാസ്യത്തെ, നർമ്മത്തെ ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടി നാടകങ്ങൾ ഉപയോഗിക്കുകയും സാമൂഹിക പ്രശ്നങ്ങളെ മുന്നോട്ട് വെക്കാൻ വേണ്ടി നാടകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ടെക്നോളജിയുടെ യുഗത്തിൽ നാടകം എന്ന് പറയുന്നത് ഒരു നിറം മങ്ങിയ കലാരൂപമായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഫെസ്റ്റിവലുകളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് നാടകങ്ങൾ നമ്മുടെ അമേച്ചർ നാടക സംഘങ്ങൾക്ക് ഉണ്ടാവുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു സാമ്പത്തിക പ്രശ്നമല്ലാതെ വിഷമാവുന്നുണ്ട്. പിന്നെ ആളുകൾ എപ്പോഴും പണ്ടത്തെ പോലെ നമ്മുടെ ഉത്സവ വേദികളിലോ അല്ലെങ്കിൽ ആർട്സ് ക്ലബ്ബുകളുടെ ആഘോഷവേദികളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ആഘോഷവേദികളിലൊന്നും ഇത്തരം കലാരൂപങ്ങൾ ഇല്ലാതായി പോകുന്നു എന്നുള്ളതും, പുസ്തകങ്ങളുടെ രൂപത്തിൽ മാത്രമായിട്ട് നാടകങ്ങൾ എഴുതപ്പെടുകയും നമ്മുടെ കലാലയങ്ങളിലും സ്കൂൾ വേദികളിലും മാത്രം അവതരിപ്പിക്കുന്ന ഒരു ഇനമായിട്ട് നാടകം മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത്. എങ്കിലും നല്ല ഒരുപാട് നാടകങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിൻ്റെയും അവതരണ ക്രമത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പക്ഷം ഏതാണ്, നമ്മൾ ദളിത് പക്ഷത്ത് നിന്നിട്ടാണോ സ്ത്രീപക്ഷത്ത് നിന്നിട്ടാണോ അതല്ലെങ്കിൽ പരിസ്ഥിതി ദർശനത്തെ ഊന്നി നിന്നുകൊണ്ടാണോ ഏത് ആശയത്തിന്റെ മേഖലയിൽ നിന്നുകൊണ്ടാണോ നമ്മളൊരു വസ്തുതയെ കാണുന്നത്, ആ അർത്ഥത്തിൽ നാടകത്തിലും പുതിയ സങ്കേതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ വായിക്കുകയും അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു ഭാഷയെ സ്നേഹിക്കുന്ന, സംസ്കാരത്തെ സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെയൊക്കെ കടമയാണെന്ന് വിശ്വസിക്കണം. അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം ആണ് എനിക്ക് പറയാനുള്ളത്. നാടകത്തിന്റെ പുതിയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ സംസാരിക്കാനുണ്ട്, അവർക്ക് ഇടപെടാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സർ. പലതരം കലകളെ സമന്വയിപ്പിച്ചുകൊണ്ട് രൂപം കൊണ്ട നാടകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും, പ്രത്യേകിച്ചും മലയാള നാടകത്തിൻ്റെ ഒരു വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും വിവിധ രംഗവേദികളെക്കുറിച്ചും നാടകത്തിന് കാലാകാലങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിണാമങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് സർ നമ്മളോട് സംവദിക്കുകയുണ്ടായി. വളരെ ലളിതമായ, എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു ഭാഷയിലായിരുന്നു സാറിൻ്റെ സംസാരം. സാറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് ചർച്ചയ്ക്കുള്ള അവസരമാണ്. ആദ്യമായി ചർച്ചയ്ക്കായി തയ്യാറെടുത്ത് വന്നിരിക്കുന്ന ഗവേഷക വിദ്യാർത്ഥിയായ റിജോസ് M. രാജനെ ചർച്ചയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. റിജോയ്, സംസാരിച്ചോളൂ. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ റിജോയ്, അനുസ്മിത, ഒരു കാര്യം പറഞ്ഞോട്ടാ. പിന്നെ ഈ ഇതിൽ പങ്കെടുക്കുന്ന, ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിന് ഗൂഗിൾ ഫോം ഒരു 4 മണിയാകുമ്പോൾ ഇതിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. അത് പൂരിപ്പിച്ച് കമന്റ് ബോക്സിൽ ഉണ്ടാകും. അത് പൂരിപ്പിച്ച് അയക്കുന്നവർക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. ഓക്കെ സാർ, ഇത് സംസാരിച്ചു തുടങ്ങാലോ അല്ലേ സാർ?
സംസാരിച്ചോളൂ. റിജോയ് സംസാരിച്ചോളൂ. ഓക്കെ, നമസ്കാരം. സന്തോഷ് സാറിൻ്റെ പല പ്രഭാഷണങ്ങളും യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഈ ലൈവായി കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. സാറ് വളരെ മനോഹരമായി തന്നെ നാടകത്തിൻ്റെ ചരിത്രവും അതിൻ്റെ വർത്തമാനകാല പരിസരവും വ്യക്തമാക്കി. സംഗീത നാടകം, അതുപോലെ അമേച്ചർ നാടകം, പ്രൊഫഷണൽ നാടകം, ചവിട്ട് നാടകം, പാവനാടകം, സ്ത്രീ നാടകം, കുട്ടികളുടെ നാടകം, അങ്ങനെ വിവിധ നാടകവേദികളെ കുറിച്ച് വളരെ മനോഹരമായി തന്നെ സാർ ക്ലാസ്സിൽ അവതരിപ്പിച്ചു. സാറ് കലാനിലയം നാടകത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എനിക്കും കണ്ടൊരു അനുഭവം 2010 എൻ്റെ ഓർമ്മ, ഒരു 10 വർഷം മുന്നെയാണ്. വിമാനം ഇറങ്ങുന്ന ഒരു അനുഭവം, സെക്കൻഡ് ക്ലാസ്. അന്ന് തിയേറ്ററിലെ അതേ ചാർജ് തന്നെയാണ് എനിക്ക് തോന്നുന്നു നാടകത്തിനും അന്ന് കാണാനുണ്ടായിരുന്നത്. സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നാടകത്തിൻ്റെ ഒരു പ്രസക്തി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടുള്ളൊരു അനുഭവം എനിക്കുമുണ്ട്. ഒരു സാഹിത്യ പഠനം എന്ന നിലയ്ക്ക് നാടകത്തെ സംബന്ധിച്ച ഗൗരവമായ പഠനങ്ങളോ ഗവേഷണങ്ങളോ നടക്കുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അതിനപ്പുറത്ത് നാടകത്തെ സംബന്ധിച്ച അതിൻ്റെ ദൃശ്യാവിഷ്കാരം, സാറ് തന്നെ അത് സൂചിപ്പിച്ചു, ദൃശ്യാവിഷ്കാരം വളരെ പരിമിതമായി പോകുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുമുണ്ട്. മാഷിനോട് ചോദിക്കാനുള്ളത്, റിയലിസ്റ്റിക് സിനിമകളുടെ ഒരു കടന്നുവരവോടെയാണോ ഈ നാടകത്തിൻ്റെ ആവിഷ്കാരത്തിന് ആളുകളുടെ ഇടയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടത്, അതോ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടോ എന്നതാണ്. ഒന്ന് കട്ടായി പോയിരുന്നു. എന്താണ് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ? അതായത് ഈ നാടകത്തിന്റെ പ്രാധാന്യം, അതിന്റെ ദൃശ്യാവിഷ്കാരത്തിന് വലിയ പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ട് മാഷ് സൂചിപ്പിച്ചു. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ റിയലിസ്റ്റിക് സിനിമകളുടെ കടന്നുവരവോടെയാണോ ഈ നാടകത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നത് എന്നുള്ളൊരു സംശയമാണ്, അതോ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടോ? നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം കൂടി അവസാനം ഒന്നാക്കിയാ പോരെ, അതോ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകണം? എങ്ങനെയാ അനുശ്രീ? എങ്ങനെയാണ് സാറിന് അവസാനം പറഞ്ഞാലും മതി ചോദ്യങ്ങളൊക്കെ. അല്ല, ഇതിപ്പോ തന്നെ ഇങ്ങനെ തന്നെ പോവാം, ഒരു സംവാദ രീതിയിൽ അങ്ങ് പോവാം. അറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു പോയാൽ മതിയല്ലോ, ബാക്കി ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ദൃശ്യകലകളുടെ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യകലകളുടെ വരവോടുകൂടി ആണ് യഥാർത്ഥത്തിൽ നാടകങ്ങൾ പിന്നോട്ട് പോകാൻ തുടങ്ങിയത്. ഒന്ന്, അതായത് നമ്മുടെ സിനിമകൾ, സാധാരണ രീതിയിലുള്ള സിനിമകളുടെ കാലത്തും നാടകം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ടെലിവിഷൻ വന്നു, ടെലിവിഷൻ സീരിയലുകൾ വന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നാടകത്തിന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന നാടക സമിതികൾ ഇല്ലാണ്ടായി. അത് ക്ലബ്ബുകൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ എന്ന് പറയുന്ന സംവിധാനങ്ങൾക്ക് നാടകം ഒരു വിഷയമല്ലാതായി മാറി. പഴയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ അതിൻ്റെ വാർഷികാഘോഷങ്ങളിൽ സ്വന്തമായിട്ട് നാടകം എഴുതിയിട്ട് അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതല്ലെങ്കിൽ അവർ എവിടുന്നെങ്കിലും ഒരു നാടക ട്രൂപ്പിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നാടകം അവതരിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതേ കലാസമിതികൾ പിന്നീട് അവരുടെ വാർഷികാഘോഷ വേദികളിലേക്ക് ഈ ടെലിവിഷൻ രൂപപ്പെടുത്തിയ കലാരൂപങ്ങളെ, അതായത് റിയാലിറ്റി ഷോ പോലെയുള്ള സാധനങ്ങൾ, സംഗീത പരിപാടികൾ, പിന്നെ മൾട്ടി കൾച്ചറൽ സിനിമാറ്റിക് ഡാൻസ്, നൃത്തരൂപങ്ങൾ, മിക്കവാറും അത്തരം സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ നാടകവേദികൾ കൈയടക്കിയത്. അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരുപാട് നാടക കലാകാരന്മാർ ഇന്നും, നാടകം എഴുത്തുകാരും ഒക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവസരങ്ങൾ പലപ്പോഴും അവർക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാടകവേദിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിജോയ്, അർത്ഥവത്തായ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതിന് നന്ദി. തക്കതായ മറുപടി പറഞ്ഞ, ഉചിതമായ മറുപടി നൽകിയ സന്തോഷ് സാറിനും നന്ദി. അടുത്തതായി നമ്മുടെ ചർച്ചയിലേക്ക് കടന്നു വരുന്നത് 1ാം വർഷ BA മലയാളം വിദ്യാർത്ഥിയായ അശ്വതിയാണ്. അശ്വതി, സംസാരിച്ചോളൂ. സർ, ഇന്നത്തെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ സങ്കരകലയായ നാടകം മങ്ങിയ ഒരവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ആ ഒരു കലയെ എങ്ങനെ ഇനിയും മുന്നോട്ട്
കൊണ്ടുവരാൻ കഴിയും? അശ്വതി, എന്റെ കണക്ഷന്റെ കുഴപ്പം കൊണ്ടാണോ എനിക്കറിയില്ല, കട്ടായി പോയത്. എന്താണ് സംഗീത നാടകങ്ങളെ കുറിച്ചാണോ ചോദിച്ചത്? ചോദിക്കാം സർ. ഇന്നത്തെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ സങ്കരകലയായ നാടകം മങ്ങിയ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അതിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും? നാടകത്തെ വീണ്ടും എങ്ങനെ കഴിയും? നാടകത്തെ വീണ്ടും എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? ഈ വർത്തമാന കാലത്തില് നാടകത്തെ വീണ്ടും എങ്ങനെ പഴയ പ്രൗഢിയോടെ തിരിച്ചു കൊണ്ടുവരാം? ഓക്കെ, മനസ്സിലായി. നാൻസി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പൊ നമ്മുടെ നാടകം സങ്കരകലയാണ്. നാടകത്തിന് എന്നും നിലനിൽപ്പുണ്ട്, എന്നും ഉണ്ടാവും. പിന്നെ എല്ലാ കലകളും എല്ലാ കാലത്തും ഒരുപോലെ ശോഭിക്കണം എന്നില്ല. കാലത്തിനനുസരിച്ച് കലയുടെ രൂപങ്ങളിൽ വ്യത്യാസം വരും. നമ്മുടെ നാട്ടിലെ നാടൻ പാട്ടുകൾ, പണ്ടൊക്കെ ആളുകൾ പാടി പതിഞ്ഞിരുന്ന പാട്ടുകൾ, വളരെ സ്വാഭാവികമായിട്ട് പാടിയിരുന്ന പാട്ടുകളെയാണ് നമ്മൾ നാടൻ പാട്ടുകൾ എന്ന് വിളിച്ചിരുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണടോ പണി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കറ്റമെതിയാണു പണി, കറ്റമെതി എങ്ങനടി മോതിരക്കുറത്തി, കറ്റമെതി അങ്ങന പിന്നെങ്ങനെ, ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു നാടൻപാട്ടിനെ കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. അത് പിന്നെ വളരെ സംഗീത സാന്ദ്രമായിട്ട് എല്ലാ ആധുനിക ഉപകരണങ്ങളുടെയും അകമ്പടിയോടുകൂടി, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാടൻ എന്നുള്ളത് ഏറ്റവും അത്യന്താധുനികമായ ടെക്നോളജിയുള്ള റിതം പാഡൊക്കെ വെച്ചിട്ട് പാടിയാൽ മാത്രമേ ഇന്ന് നമുക്ക് നാടൻ പാട്ട് എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു പരിവർത്തനം, കാലത്തിന്റെ ഒരു പരിവർത്തനം ഉണ്ടാകുന്നുണ്ട്. പുതിയ നാടൻ പാട്ടുകൾ എഴുതപ്പെടുന്നുണ്ട്. അതിനെ നാടൻ പാട്ട് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. വാമൊഴിയായിട്ട് പറഞ്ഞു വന്നതിനെയാണ് നമ്മൾ നാടൻ പാട്ടുകൾ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇന്നും നമ്മൾ അത്തരം പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, എഴുതപ്പെടുന്നുണ്ട്, പാടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടകവേദികൾ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കരണങ്ങൾക്ക് വിധേയമായിട്ട് നാടകങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്യാമ്പസ് തിയേറ്ററുകളാണ്. നമ്മുടെ ക്യാമ്പസ് തിയേറ്ററുകളിലാണ് ഏറ്റവും കൂടുതൽ നല്ല നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാടകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാട്ടക്ക് പോലെയുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, സംഗീത നാടക അക്കാദമി പോലെയുള്ള സംരംഭങ്ങളുണ്ട്, ഇഫോക്ക് പോലെയുള്ള നാടക ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. അത്തരം ഫെസ്റ്റിവലുകളിൽ ലോകത്തിന്റെ നാടകത്തെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ നാടകങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള 2 നാടകങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതിയെ ആസ്പദമാക്കിയിട്ട് ഒരു നാടകം ഉണ്ടായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ നാടകവേദിയുടെ സങ്കല്പം തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ ഈ ഒപ്പറ എന്നൊക്കെ പറഞ്ഞ് പഴയ നാടക സങ്കല്പത്തിൽ തുറസായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് ഗാലറി ആയിട്ട് ആളുകൾ ഇരുന്നിട്ട് അവിടെ ഖസാക്കിലെ മൈമൂനയുടെ കല്യാണം നടക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി മാറുകയും അതിൽ നിന്ന് പത്തിരിയും മറ്റും കഴിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഗന്ധം നമ്മൾ ആസ്വദിക്കുന്നു. തീ കത്തുമ്പോൾ, ആളുകളുടെ ശവം ദഹിപ്പിക്കുമ്പോൾ ആ ശവത്തിന്റെ സ്മെല്ല് നമ്മൾ അനുഭവിക്കുന്നു. മഴ പെയ്യുമ്പോൾ ആ മഴയുടെ കുളിര് നമ്മൾ അനുഭവിക്കുന്നു. പുതുമണ്ണിൽ മഴ വീഴുമ്പോൾ ഉണ്ടാവുന്ന ഗന്ധം നമ്മൾ അനുഭവിക്കുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ട് അത്തരം രംഗങ്ങൾ ചളിയിൽ കുഴഞ്ഞു മറിഞ്ഞ് വീണ് കിടക്കുന്ന അനുഭവം വരെ, മാരകമായിട്ടുള്ള പിന്നെ വസൂരി വന്നിട്ട് ആളുകളെ ഇങ്ങനെ കൂട്ടമായി ദഹിപ്പിക്കുന്നത് നമ്മളിങ്ങനെ പ്രത്യക്ഷമായിട്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നു, അനുഭവിക്കുന്നു. തീവണ്ടി കമ്പാർട്ട്മെന്റിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നതും ആ വണ്ടിയിൽ കയറി പോകുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. അത്തരത്തിലുള്ള അനുഭവത്തിന്റെ ഒരു തലം നാടകം ആവിഷ്കരിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. കുറത്തി എന്ന് പറയുന്ന നാടകം തൃശ്ശൂരിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത്തരം നാടകം, അതായത് ഒരു വലിയ സ്റ്റേഡിയം മൊത്തം നമ്മൾ എടുത്തിട്ട് ആ സ്റ്റേഡിയത്തില് ഗ്യാലറിക്കകത്ത് ആളുകൾ കാണികളായിട്ട് ഇരുന്നുകൊണ്ട് അവർ കൂടി അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട്, നാടകത്തിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരെ കൂടി
അവർക്ക് ചോദ്യം ചെയ്യാനും അതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും ഇടപഴകാനും ചില ക്രിയകൾ ചെയ്യാനും പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ അവസരം കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ നാടക സങ്കല്പം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നാടകം അങ്ങനെ പിന്നോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മൾക്ക് ഒരു കാലത്തുണ്ടായിരുന്ന പ്രൊഫഷണൽ നാടക സംഘങ്ങൾക്ക്, അമേച്വർ നാടക സംഘങ്ങൾക്കൊക്കെ കാലാന്തരത്തിൽ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നാടകത്തിൽ പുതിയ പരീക്ഷണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്ദി സർ. ഈ നവമാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള 21ാം നൂറ്റാണ്ടിലും നാടകം പിന്നോട്ട് പോകാതെ പല രൂപത്തിലും ഭാവത്തിലും പരീക്ഷണാത്മക നാടകങ്ങളിലൂടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു തന്നതിന് നന്ദി. അശ്വതിക്കും നന്ദി. അടുത്തതായി നമ്മുടെ ചർച്ചയ്ക്കായി കടന്നു വരുന്നത് 1ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിയായ ഗ്രീഷ്മ ദേവാണ്. ഗ്രീഷ്മ, ചർച്ചയിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കൃതികളിൽ സ്ത്രീ സ്വാതന്ത്ര്യം, ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയ പുരോഗമന ആശയങ്ങൾ പ്രചരിക്കുന്നതിൽ ശ്രദ്ധ വച്ചിരുന്നു. സാമൂഹ്യ പ്രാധാന്യമുള്ള നാടക പ്രസ്ഥാനത്തിന് അദ്ദേഹമാണ് തുടക്കമിട്ടത് എന്ന പ്രസ്താവനയ്ക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്? ഗ്രീഷ്മ, തീർച്ചയായിട്ടും ഗ്രീഷ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മുടെ സാമൂഹിക നാടകങ്ങളുടെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകമാണ്. അത് എഴുതപ്പെട്ട കാലത്ത് ആ നാടകത്തിന്റെ ഒരു സംഗതി എന്താ വെച്ചാല്, 2 നാടകങ്ങൾ കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യം കിട്ടിയ നാടകങ്ങൾ. അതൊന്ന് പിന്നെ വി.ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം കളിച്ചു കഴിഞ്ഞപ്പോൾ നമ്പൂതിരി സ്ത്രീകള് മറക്കുടയ്ക്കുള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവര് പുറത്തേക്ക് ഇറങ്ങാത്ത ആളുകളാണ്. അവരെ നമ്മൾ അന്തർജനങ്ങൾ എന്നാണ് വിളിച്ചത്. ഈ അന്തർജനങ്ങൾ അവരുടെ സ്ഥലങ്ങൾ വിടുകയും ആ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി രംഗവേദിയിലേക്ക് വരികയും അവരുടെ കയ്യിലും പിന്നെ ശരീരത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരിയിട്ട് ഈ നാടക പ്രവർത്തകർക്ക് നൽകുകയും ചെയ്തു. അത് വലിയ ഒരു ചരിത്ര സംഭവമായിരുന്നു. സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും വളരെ അധികം അതിനോട് പ്രതികരിച്ചുകൊണ്ട് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കാൻ വഴികാട്ടിയായ, അതിന് തുടക്കം കുറിച്ച നാടകം എന്നുള്ള അർത്ഥത്തിൽ വി.ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1930 ഏറെ ശ്രദ്ധിക്കപ്പെട്ട നാടകമാണ്. അതിനെ തുടർന്ന് തന്നെയാണ് പിന്നെ അപ്പന്റെ മകളും അതുപോലെ തന്നെ മറക്കുടക്കുള്ളിലെ മഹാനരകവും ഒക്കെ വെളിച്ചം കാണുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് പ്രേംജിയുടെ ഋതുമതി, അതുപോലെ തന്നെ ലളിതാംബിക അന്തർജനത്തിന്റെ സാവിത്രി അഥവാ വിധവാ വിവാഹം എന്ന് പറയുന്ന നാടകം. ഇതൊക്കെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരു വിഭാഗത്തിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളത്. അതേസമയം അതിന് പാരലായിട്ട്, അതിന് തുടർച്ചയായിട്ട് തന്നെ ജന്മികുടിയാൻ വ്യവസ്ഥക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള സാമൂഹികമായ അവരുടെ ചൂഷണങ്ങൾക്കെതിരെ, സാമ്പത്തികമായ ചൂഷണത്തിനെതിരെ ഉണ്ടായിട്ടുള്ള നാടകങ്ങൾ എന്ന അർത്ഥത്തിൽ കെ ദാമോദരന്റെ പാട്ടബാക്കിയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള നമ്മളൊന്ന് വരെയുള്ള നാടകങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് എന്നുള്ള നാടകത്തിന്റെ അവസാനം ഇതേപോലത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ, പങ്ങൻ നായർ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ജന്മി വടിയെടുത്തിട്ട്, അതായത് ഈ അടിമത്വത്തിന്റെ എല്ലാ മുഖവും പേറിയിട്ട് വിധേയനായി മാറിയ ഒരു ക്യാരക്ടറാണ് പങ്ങൻ നായർ. അയാൾക്ക് ജന്മിയെ മാറ്റി സങ്കല്പിക്കാനേ കഴിയില്ല. ജന്മിത്വം പോയി എന്നൊന്നും പറഞ്ഞാലും കമ്മ്യൂണിസം വന്നു എന്നൊന്നും പറഞ്ഞാലും അയാൾക്ക് വിശ്വസിക്കാനേ കഴിയില്ല. അയാൾ സ്വന്തം മകനെ പോലും തള്ളി പറയുകയും അടിക്കുകയും ചെയ്യുന്നുണ്ട് ജന്മിക്കെതിരെ പറഞ്ഞത്. അപ്പൊ അതില് പങ്ങൻ നായരെ ഇങ്ങനെ ജന്മി അടിക്കുമ്പോൾ, വടിയെടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ഇരുന്ന പ്രേക്ഷകരിൽ നിന്ന് കുറെ ആളുകൾ സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് ജന്മിയുടെ കയ്യിൽ നിന്ന് വടി വാങ്ങിയിട്ട് തിരിച്ച് ജന്മിയെ തല്ലി എന്ന് പറയും. ഇത് നടന്ന സംഭവങ്ങളാട്ടോ, ഈ 2 സംഭവങ്ങളും നടന്ന സംഭവങ്ങൾ. അത്രയ്ക്ക് പിന്നെ ചരിത്രപരമായ പ്രാധാന്യം ഇത്തരം സാമൂഹിക നാടകങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വി.ടിയെ കുറിച്ച് പറയാതെ പ്രത്യേകിച്ച് നമ്മുടെ മലയാള നാടക വേദി അനുസ്മിത മ്യൂട്ടിലാണോ?
കേൾക്കാം, പറഞ്ഞോളൂ അനുസ്മിത. ഓക്കെ, കേൾക്കാമോ മിസ്? കേൾക്കാം. ഓക്കെ മിസ്, താങ്ക് യു. വീട്ടിയെ കുറിച്ച് പറയാതെ നമ്മുടെ മലയാള നാടകവേദിയുടെ ഒരു ചരിത്രം ഒരിക്കലും ഒരു മിനിറ്റ്, പൂർണ്ണമാവില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഉണ്ടെന്നല്ലേ പറഞ്ഞേ? കേൾക്കുന്നുണ്ട് സാർ. അപ്പൊ എനിക്ക് റേഞ്ച് പോയതാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ നാടക ചർച്ച നമ്മുടെ സാമൂഹ്യ നാടകത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക് വഴിതിരിച്ചു വിട്ട ഗ്രീഷ്മയ്ക്ക് നന്ദി. അടുത്തതായി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നത് 1ാം വർഷ മലയാള വിദ്യാർത്ഥിയായ അഖില പങ്കജാക്ഷനാണ്. അഖില, സംസാരിച്ചോളൂ. മിസ്സേ, സാർ ജോയിൻ ആയോ? സാർ ഇപ്പൊ വരുമായിരിക്കും. സാർ ഒന്ന് പോയിട്ട് തിരിച്ചു വരാന്നാണല്ലോ പറഞ്ഞേ. ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ, സാർ എത്തി, സംസാരിച്ചോളൂ. എനിക്ക് റേഞ്ച് നല്ല പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. സാർ ചോദിച്ചോട്ടെ? സാർ ഇത് 1ാം വർഷ മലയാള വിദ്യാർത്ഥിയാണ് കേട്ടോ. സാമൂഹ്യ അനാചാരങ്ങളും അസമത്വങ്ങളും കൊടുകുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് സംഗീത നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാനവിക ബോധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നാടക സങ്കല്പം കേരളത്തില് പിറവികൊള്ളുന്നത്. ലോകമെമ്പാടും സംഭവിച്ച സാമൂഹ്യ പരിണാമങ്ങൾക്കും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും ഇത് ഇങ്ങനെയുള്ള നാടകങ്ങൾ പ്രചോദനമായിട്ടുണ്ടോ? ഒന്നുകൂടി വ്യക്തമാക്കാമായിരുന്നു. സംഗീത നാടകങ്ങളെ അപേക്ഷിച്ചിട്ട് മാനവിക ബോധം ഊട്ടിയുറപ്പിക്കുന്ന അങ്ങനത്തെ നാടകങ്ങള് രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ള ഇതിനൊക്കെ എന്താ പറയാ പ്രചോദനമായിട്ടുണ്ടോ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ സാമൂഹിക വികാസ പ്രക്രിയ പരിശോധിച്ചാല് അതിനകത്തുള്ള ഇടപെടലുകളിലെല്ലാം അത് ഒരു കാലത്ത് നമ്മൾ ഈ പറഞ്ഞ ത്രൈവർണിക സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ജാതി സ്പിരിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അതിനെ മറികടക്കാൻ വേണ്ടി സാമൂഹിക നവോത്ഥാന നായകന്മാർ നടത്തിയ പരിശ്രമം, ആ പരിശ്രമത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിന് പാരലലായിട്ട് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്, ലോകത്തും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നാടകവേദി ഇവിടെ രൂപപ്പെടുമ്പോൾ തന്നെ ഇന്ത്യൻ നാടകവേദിയിലും ലോകത്തുള്ള നാടകങ്ങളിലും ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സംഗീത നാടകങ്ങൾ പോലെയുള്ള നാടകങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്കൃത നാടകങ്ങളിൽ നിന്ന് സംഗീത നാടകങ്ങളിലേക്ക് എത്തുമ്പോഴൊക്കെ സ്വന്തമായിട്ടൊരു അസ്തിത്വമൊന്നുമില്ല മലയാളത്തിൽ. അത് ചില അനുകരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ചക്കി ശങ്കരം പോലെയുള്ള കൃതിയൊക്കെ ഉണ്ടാവാനുള്ള കാരണം അതാണ്. കാരണം അതിനെ പരിഹസിച്ചിട്ട് വരെ നാടകം എഴുതേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തലം മാറുകയും അറിവിന്റെ തലം മാറുകയും സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ആ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കലാരംഗത്തും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് ലോകത്തെമ്പാടും സംഭവിക്കുന്ന കലയിലും നവോത്ഥാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. ലോകത്തെ എമ്പാടും കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും സംഭവിച്ച പ്രവണതയാണ് നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നതെങ്കിൽ അത് നമ്മുടെ നാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ നവോത്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് സാമുദായിക നവോത്ഥാന നവീകരണ പ്രക്രിയയാണെന്ന് മാത്രമാണ് പറയാറുള്ളത്. പക്ഷെ അതിലും കലയ്ക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ സർ, നന്ദി. അഖില, സംഗീത നാടകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഈ ഒരു ചോദ്യം ഉചിതമായിരുന്നു. ഇനി അടുത്തതായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് 3ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിയായ ആദിത്യനാണ്. ആദിത്യൻ, സംസാരിച്ചോളൂ. നമസ്കാരം സാറേ, എൻ്റെ പേര് ആദിത്യൻ. എനിക്ക് ചോദിക്കാനുള്ളത് വർത്തമാന കാലഘട്ടത്തിലെ നാടകത്തിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം, പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീടുകളിൽ സ്വീകരണ മുറിയിലേക്ക് സിനിമ അതുപോലെ തന്നെ സീരിയലുകളൊക്കെ കടന്നു വരുമ്പോൾ നാടകം എന്ന് പറയുന്ന ഒരു കലയെ നമ്മൾ കാണാനായിട്ട് അധികം ആരും ഇന്ന് നാടകത്തെ കാണുന്നില്ല. ഒരു കൂട്ടം വിഭാഗങ്ങൾ നാടകത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ നാടകത്തെ കാണുന്നു. പക്ഷേ ബാക്കിയുള്ള ആളുകളൊന്നും നാടകത്തെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ പുതിയ തലമുറയിൽ തന്നെ എടുത്തു നോക്കിയാൽ
ഞാനൊരു നാടകപ്രേമിയാണ്, എവിടെ ഉണ്ട് ഒരു നാടകം പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയായാലും നാടകം കാണാൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ താല്പര്യമില്ല, ഇഷ്ടമില്ല. പക്ഷെ അവർക്കൊക്കെ സിനിമയോടാണ് താല്പര്യം, അല്ലെങ്കിൽ മറ്റു പരിപാടികളോടാണ് താല്പര്യം. അപ്പം നാടകത്തിനോടുള്ള പ്രാധാന്യം അല്ലെ അതിനോടുള്ള താല്പര്യം ഇന്ന് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് നാടകം ഇനി ഇല്ലാതെയാകും. നമ്മുടെ ഈ തലമുറ കഴിഞ്ഞാൽ ഇനി വരും തലമുറയിൽ നമുക്ക് നാടകം എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ ആ ഒരു കലയെ, പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു കല നമുക്ക് ഇല്ലാതെയാകുമോ എന്നാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. അതൊന്ന് വിശദീകരിച്ചു തന്നാൽ നന്ദി. ഒരിക്കലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് നാടകം ഇന്ന് പുതിയ ചാലഞ്ചുകളെ, വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് കാലത്ത് ഏത് കലാരൂപത്തിനും പിന്നെ അത്തരം വെല്ലുവിളികൾ ഉണ്ടാവും. ഇപ്പൊ നമ്മള് കഥകളിയൊക്കെ എങ്ങനെ നിലനിൽക്കണം എന്ന് ആലോചിച്ചു. ആ കലാരൂപം ആസ്വദിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ, നമ്മുടെ ക്ഷേത്ര കലാരൂപങ്ങളിലൊക്കെ എത്ര കലാരൂപങ്ങൾ എത്ര ആളുകൾ ആസ്വദിക്കുന്നത്? വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ. എങ്കിലും ആ കലാരൂപം നിലനിൽക്കും. അത് അതിൻ്റെ ഒരു പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമ പോലെയുള്ള ഒരു കലാരൂപം, സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ അനേകം ആളുകളുടെ, അനേകം കലാകാരന്മാർ ഒന്നിച്ചു ചേർന്നിട്ടുള്ള വളരെ അധികം പ്രയത്നമുള്ള ഒരു കലാരൂപമാണ്. ദൃശ്യ സാധ്യതകൾ അനന്തമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സാധ്യതകളെ ഇന്ന് നമ്മുടെ നാടകവേദികൾ, ലോക നാടകവേദികളൊക്കെ വളരെ അധികം ഉപയോഗിച്ചു. ചിലപ്പോൾ നമ്മൾ ഒരു വലിയ സർക്കസ് കൂടാരത്തിലെ അഭ്യാസം പോലെയാണ് ഇഫ്റ്റയിലൊക്കെ അവതരിപ്പിക്കുന്ന ചില നാടകങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് സിനിമയാണോ നാടകമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖസാക്കിന്റെ ഇതിഹാസം പോലെയുള്ള നാടകം, ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ഇത്തരം നാടകം കാണാത്തത് കൊണ്ടാണ്. ഖസാക്കിന്റെ ഇതിഹാസമോ കുറത്തിയോ പോലെയുള്ള പുതിയ നാടക സങ്കേതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നാടകങ്ങൾ, അല്ലെങ്കിൽ ഇഫ്റ്റയിലൊക്കെ പോയി അവതരിപ്പിക്കുന്ന ചില നാടകങ്ങൾ നമ്മൾ കണ്ടാൽ ഇത് നാടകമാണോ സിനിമയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അത്തരത്തിൽ സങ്കരമായിട്ട്, എനിക്ക് തോന്നുന്നു ഗാന്ധി എന്ന് പറയുന്ന ഒരു നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിക്കേണ്ടതായിട്ട്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത നാടകം, സച്ചിദാനന്ദൻ ഗാന്ധി. അതിനകത്ത് നമ്മൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്ക്രീനിൽ കാണുന്ന ഗാന്ധി യഥാർത്ഥത്തിൽ ഒറിജിനൽ ഗാന്ധി, മഹാത്മാഗാന്ധിയെ നമ്മൾ കാണുന്നത്. ആ ഗാന്ധി കുറച്ചു നേരം കഴിഞ്ഞാൽ അവിടെ നിന്ന്, സ്ക്രീനിൽ നിന്ന്, അത് ഒരുപക്ഷെ പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന ഗാന്ധി ആയിരിക്കും. ആ ഗാന്ധി അവിടുന്ന് ഉപ്പ് കുറുക്കി അവിടെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആസ്വാദകരുടെ ഇടയിലേക്ക്, പ്രേക്ഷകരുടെ ഇടയിലേക്ക്, ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരും. ചർക്കയിൽ നൂല് നൂറ്റുകൊണ്ടിരിക്കുന്ന ഗാന്ധി. അപ്പൊ അത്തരത്തിൽ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നാടക സങ്കേതങ്ങൾ വികസിക്കുന്നത് കൊണ്ട് തന്നെ നാടകം ഒരിക്കലും ഇല്ലാതാകില്ല. ഇപ്പോഴും നമ്മുടെ പ്രൊഫഷണൽ നാടക സംഘങ്ങളും അമേച്ചർ നാടക സംഘങ്ങളും നിലനിൽക്കുന്നുണ്ട്, പലതും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാൻഡമിക് പീരീഡിൽ നമുക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മുടെ നാടക കലാകാരന്മാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം പൊതുവേദികൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വേദികൾക്കനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇനിയും നമ്മുടെ ആളുകൾ അധികവും പിന്നെ പുതിയ കലാപരിപാടികൾ, ഏതെങ്കിലും തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങളിലൊന്നും, ഗാനമേളയൊക്കെ ഉണ്ടെങ്കിലും സിനിമാറ്റിക് പ്രോഗ്രാമുകളൊക്കെ വളരെ കുറയാനാണ് സാധ്യത എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വളരെ താഴോട്ട് പോകുമ്പോൾ നാടകം ഇപ്പോഴും ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ടാണ് ഉണ്ടാകുന്ന നാടകങ്ങൾ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ കളിച്ച പല നാടകങ്ങളും അത്തരത്തിലുള്ള നാടകങ്ങളാണ്, വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന നാടകങ്ങളാണ് ഉള്ള നാടകങ്ങൾ. അതുകൊണ്ട് നാടകങ്ങൾ നിലനിൽക്കും. പിന്നെ കാലത്തിനിടയിൽ ചിലത് നമുക്ക് പൊഴിഞ്ഞു പോകണമല്ലോ. ചില പൂക്കൾ കൊഴിഞ്ഞു പോയാൽ മാത്രമേ നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ചില പൂക്കൾ അങ്ങനെ കൊഴിഞ്ഞാൽ മാത്രമേ നല്ല ഫലം ഉണ്ടാവുകയുള്ളൂ, നല്ല പഴങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ലത് ഉണ്ടാവുക, നല്ലത് നിലനിൽക്കും എന്നുള്ളതാണ്. എത്രയോ കവികളുണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആൾക്കാർ കവിത എഴുതുന്നുണ്ട്. കവിത അത്രയ്ക്ക് കവിത ഉണ്ടാവുന്നുണ്ട്. കാരണം ആർക്കും എപ്പോഴും കവിത എഴുതി എവിടെ വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാം. പക്ഷെ എത്ര കവികളെ നമ്മൾ അറിയുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതുപോലെ നിലനിൽക്കേണ്ടത് നിലനിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു സർ. നന്ദി സർ. ചർച്ചയിൽ പങ്കെടുത്ത ആദിത്യനും നന്ദി. ഇനി അടുത്തതായിട്ട്
നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് 3ാം വർഷ മലയാള വിദ്യാർത്ഥിയായ രേവതിയാണ്. രേവതി, ചർച്ചയിലേക്ക് സ്വാഗതം. എനിക്ക് നന്നായിട്ട് റേഞ്ച് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഏത് സമയത്തും ലെഫ്റ്റ് ആവും കേട്ടോ, എന്ന് വിചാരിക്കരുത്. ബാക്കി നിങ്ങൾ തുടരണേ. ഇത് അവസാനത്തെ ചോദ്യമാണ്. ഓക്കെ. മനുഷ്യരാശിയുടെ ചരിത്രത്തില് നാടകം എന്ന സാഹിത്യ രൂപത്തിനുള്ള പ്രാധാന്യം എന്ത്? അതോടൊപ്പം തന്നെ നേരത്തെ സാറ് പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഡ്രാമ എന്ന പദത്തിനെക്കാട്ടും കൂടുതൽ സാധ്യതകൾ തിയേറ്റർ എന്ന പദത്തിനാണ് ഉള്ളതെന്ന്. അപ്പൊ തിയേറ്റർ എന്ന പദത്തിനെക്കാട്ടും കൂടുതൽ സാധ്യതകൾ നാടകം എന്ന പദത്തിനാണോ ഉള്ളത് എന്നൊരു ചോദ്യം കൂടാണ് ചോദിക്കുക നമ്മൾ. ഓക്കെ. നാടകം എന്ന് പറയുന്നത് നാടിന്റെ അകം എന്ന അർത്ഥത്തില്, നാട്ടകം എന്നുള്ള അർത്ഥത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത് മുഴുവൻ നമ്മുടെ ജീവിതത്തെയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിതങ്ങളെയുമാണ് നാടകം നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് തന്നത്. അപ്പൊ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം നാടകം ഉണ്ടാകുന്നില്ല. കാരണം എന്താ വെച്ചാൽ മനുഷ്യന് കല ആസ്വദിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അത് മനുഷ്യന് മാത്രമുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഒരു പട്ടിയും പശുവും പൂച്ചയും ഒന്നും നാടകം കാണാൻ പോകാറില്ല. മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇത്തരത്തില് സിനിമ കാണാൻ പോക്ക്. അല്ലെ, നിങ്ങൾ സുന്ദരമായിട്ട് ഒരു പൂച്ചയും കൊണ്ട് സിനിമ കാണാൻ പോയാൽ പൂച്ച ഇരുന്ന് സിനിമ കാണും? ഇല്ല. അത് വിദ്യാഭ്യാസവും അത്തരത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനവും ഒക്കെ നേടിയ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യന് ഇതൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര താല്പര്യം. കൊച്ചുനാളിലെ കഥ കേൾക്കാൻ ഭയങ്കര താല്പര്യം. കഥ പറയണമെങ്കിൽ എങ്ങനെ പറയണം നോക്കൂ, വളരെ ഡ്രമാറ്റിക് ആയിട്ട് പറയണം. അതുകൊണ്ടേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അങ്ങ് പേരറിയാത്ത ഒരു ദേശത്ത്, ഈ പറയുമ്പോ തന്നെ അല്ലെ, അവിടെ ഒരാളുണ്ടായിരുന്നു, ആളെന്ന് പറഞ്ഞുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ നാടകം ഉണ്ടെന്നില്ല. ഓരോ മുത്തശ്ശിയും ഓരോ ആളുകളും നമ്മളോട് പറയുന്ന കഥകളിലൊക്കെ എന്തിനാണ് കുമാരനാശൻ നളിനി എഴുതിയപ്പോൾ നോക്കി നോക്കൂ. നല്ല ഹൈമവത ഭൂവിൽ ഏറെയായി കൊല്ലം അങ്ങൊരു വിഭാത വേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകനുൽപുല്ല ബാലരവി പോലെ കാന്തി. ആശാന്റെ എല്ലാ കവിത എടുത്ത് നോക്കി നോക്കൂ, നാടകമില്ലാത്ത ഒരു സാധനം അതിനകത്തില്ല. എന്താ അതിന്റെയൊക്കെ ക്ലൈമാക്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ കുമാരനാശാന്റെ ഒക്കെ കവിതകളെ നാടകമാക്കി മാറ്റിയത്. ശരിക്ക് നമുക്ക് നമ്മുടെ വായനയുടെ ഒരു പ്രത്യേകതയും കൂടിയാണ്. വായന എന്ന് പറയുന്നത് ചിലപ്പോൾ വിഷ്വലായിട്ടല്ലേ നമ്മൾ വായിക്കുക. നമ്മളങ്ങനെ കാണും, ഈ നമ്മുടെ കാഴ്ചയുടെ മുമ്പില് ആ വായന അങ്ങനെയായി മാറും. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തെരുതെരെ പൂമഴയായി. പിന്നെ ഈ മഴ പെയ്യുന്നത് പോലെ പൂവൊക്കെ വീഴുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റണ്ടേ. അപ്പൊ അത്തരം കാഴ്ചകളുടെ ഒരു വലിയ സങ്കല്പം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത് കൊണ്ട് തന്നെ നാടകം എന്നും നിലനിൽക്കും മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യം ഉള്ളിടത്തോളം കാലം. കാരണം നമുക്ക് ഈ കഥാർസിസ് സംഭവിക്കണമല്ലോ, അല്ലെ? വികാര വിരേചനം എന്ന് പറയുന്ന ആ സാധനം സംഭവിക്കണം. അപ്പൊ അത് മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി മാറുന്ന ആ ഒരു ഇമോഷണൽ ഇതുണ്ടാവുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതിന് ഈ കലാരൂപം സഹായിക്കും എന്നുള്ളത് കൊണ്ട് നാടകവും സിനിമയൊക്കെ ഏത് കാലത്തും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പിന്നെ തിയേറ്റർ എന്നുള്ള സങ്കല്പമാണ് വലിയൊരു സങ്കല്പം. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ എല്ലാവരോടും യാത്ര പറയുന്നു. അപ്പൊ ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. എന്റെ പേര് സഞ്ജന എന്നാണ്. ഫസ്റ്റ് ഇയർ BA മലയാളം വിദ്യാർത്ഥിനിയാണ്. ആധുനിക നാടകത്തിന്റെ പിതാവെന്നും ലോക നാടക കൃത്തുക്കളിൽ പ്രധാനപ്പെട്ടവരിൽ ഒരാളുമായും അറിയപ്പെടുന്ന നോർവീജിയൻ നാടകകൃത്താണ് ഇബ്സൺ. മലയാള നാടകത്തിൽ ഇബ്സൺ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? സന്തോഷ് സർ. ഇബ്സന്റെ നാടകങ്ങളാണ് ഒരുപക്ഷെ പിന്നെ നമ്മുടെ നാടകവേദിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത്. കാരണം ഈ എൻ കൃഷ്ണപിള്ളയെ പോലുള്ള ആളുകള്, അതുപോലെ തന്നെ ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള ആളുകള് ഒക്കെ ഇബ്സന്റെ നാടകവേദിയെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചവരാണ്. ഈ തനത് നാടകവേദി എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നതിന് മുമ്പ് എക്സ്പ്രഷനിസം എന്ന് പറയുന്ന നാടക സങ്കേതമൊക്കെ ഉപയോഗിച്ചത് ആ രീതിയിലാണ്. അതിന്റെ പരിഭാഷകൾ മാത്രമല്ല, ആ നാടകത്തിന്റെ സങ്കേതങ്ങൾ പോലും നമ്മൾ നമ്മുടെ മലയാളത്തിലെ നാടകങ്ങളിൽ ഉപയോഗിച്ചു എന്നുള്ള. ഭഗ്നഭവനം പോലെയുള്ള നാടകങ്ങളൊക്കെ അത്തരത്തിൽ രൂപപ്പെട്ട നാടകങ്ങളാണ്. എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ ഒക്കെ അങ്ങനെ രൂപപ്പെട്ടതാണ്.
നന്ദി സർ. താങ്ക് യു സർ. സന്തോഷ് സർ, പോകുന്നതിന് മുൻപ് ഇവിടെ സ്മിത ടീച്ചർ ഇവിടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് വായിക്കട്ടെ. കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച്, അതൊന്ന് വായിക്കട്ടെ. സാർ പോയോ? ഹലോ സാർ, എന്നെ കേൾക്കുന്നുണ്ടോ? ഹലോ മാഷ് ഹലോ, ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആണോ? ഓക്കെ, എന്തായാലും ഒന്ന് വായിക്കട്ടെ. സന്തോഷ് മാഷിനെ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മലയാള നാടകത്തിന്റെ ചരിത്രം വളരെ അടുക്കോടും ചിട്ടയോടും ഒരു സ്നേഹ സംഭാഷണത്തിന്റെ ചാരുതയോടെ അവതരിപ്പിച്ച മാഷോടുള്ള നന്ദി അറിയിക്കുന്നു. സംശയങ്ങൾ ദൂരീകരിക്കുന്നതിൽ സാറ് പുലർത്തുന്ന കൃത്യത എല്ലാം മികവുറ്റതായി. കുട്ടികളുടെ ചോദ്യങ്ങൾ വളരെ കാമ്പുള്ളതായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. സനാതന മലയാളത്തിന് ഒരുപാട് നന്ദി. നന്ദി ടീച്ചർ. അപ്പൊ സാറ് പോയെന്ന് തോന്നുന്നു അല്ലേ? അജിയൻ സാർ, നമുക്കപ്പോ നിർത്താറായോ? സന്തോഷ് മാഷ് നെറ്റിന്റെ പ്രശ്നം മൂലം പുറത്തായതായിരിക്കും അല്ലേ? കേൾക്കാമല്ലോ? അതെ അതെ, കേൾക്കാം. പോയതാവും. അപ്പൊ സാർ അതുകൊണ്ട് പുറത്തായതാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ ചുരുക്കാം. വേറെ അധ്യാപകരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. ഇപ്പൊ ദേവിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും ഇല്ലേ? എന്തെങ്കിലും പറയണ്ട, അത് അനുസരിച്ച് തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. അതെ ടീച്ചർ സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷ് മാഷ് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു മാഷ് ക്വിറ്റായത്. തീർച്ചയായിട്ടും നല്ലൊരു വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ, ശരിക്കും മലയാള നാടക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത്രയും വൈവിധ്യമുള്ളതും പല കാലഘട്ടങ്ങളിലായിട്ട് പല സംഗീത നാടകത്തിന്റെയോ സംസ്കൃത നാടകത്തിന്റെയും പാശ്ചാത്യ നാടകത്തിന്റെയും ഒക്കെ സ്വാധീനം കടന്നു വന്നിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു വിഷയത്തെ വളരെ കൈയടക്കത്തോടു കൂടി മാഷ് അവതരിപ്പിച്ചു. അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഫലപ്രദമാകുന്ന രീതിയിൽ വ്യത്യസ്തമായ നാടക പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടും മാഷ് അവതരിപ്പിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ചോദ്യങ്ങള് മാഷ് ഒരുപക്ഷെ മാഷിന്റെ ആ ഒരു മണിക്കൂർ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു മാത്രം പോയ ചില കാര്യങ്ങളെ വിശദീകരിക്കാനുള്ള ഒരു അവസരമായി തോന്നി. കുട്ടികളുടെ പല ചോദ്യങ്ങളും അത് മാഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്തു. അതിലൂടെ മറ്റ് പുതിയ കാര്യങ്ങൾ പലതും, ഇപ്പൊ നാടകത്തിന്റെ നിലനിൽപ്പിനെയൊക്കെ കുറിച്ചുള്ള ആശങ്ക പല കുട്ടികളും ഉന്നയിച്ചു കണ്ടു. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതികൾ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് നാടകവേദി, നാടകം എന്നുള്ള വളരെ സജീവമായിട്ടുള്ള ഒരു തത്സമയ കല എങ്ങനെയാണ് നിലനിന്നു പോരുന്നത് എന്നുള്ളതിനെ പറ്റിയും എങ്ങനെയാണ് കാലത്തിന്റെ വെല്ലുവിളികളെ അത് അതിജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് മാഷ് പറഞ്ഞു. തീർച്ചയായിട്ടും മാഷിന്റെ അസാന്നിധ്യത്തിൽ പോലും മാഷിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അസാന്നിധ്യത്തിലല്ല, ഞാനുണ്ട്, കുഴപ്പമില്ല. എനിക്ക് കിട്ടുന്നില്ല. ശരി. എനിക്ക് കിട്ടുന്നില്ല. ഇടയ്ക്ക് മാഷ് ഉണ്ടായിരുന്നില്ല. വളരെ നന്ദി. വളരെ അതാ ഞാൻ പറഞ്ഞത്, ബൃഹത്തായിട്ടുള്ള ഒരു വിഷയത്തെ ഒരു ഒതുക്കി ഇത്രയും സമയത്തിലേക്ക് ഇങ്ങനെ ഒന്ന് കംപ്രസ് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അത് മാഷ് വളരെ ഭംഗിയായി നിർവഹിച്ചു. അതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അനുസ്മിതയോടും നന്നായിട്ട് ഈ ഒരു സെഷൻ മോഡറേറ്റ് ചെയ്തതിനുള്ള സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. നന്ദി ടീച്ചർ. സ്മിത ടീച്ചർക്ക് പറയാനുണ്ടോ? ടീച്ചർ ഇട്ടിരിക്കുന്ന കമന്റ് സാർ കേട്ടില്ലെന്ന് തോന്നുന്നു വായിച്ചത്. സ്മിത ടീച്ചർക്ക് നേരിട്ട് പറയാം. നമസ്കാരം മാഷെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ടേ മാഷെ കേൾക്കണമെന്ന് വിചാരിച്ചിരുന്നു. പ്രത്യേകിച്ച് നാടകം കൂടി ആയതുകൊണ്ട്, നാടകത്തെ ഇഷ്ടപ്പെടുന്നവരും നാടകം കൂടെ കൊണ്ടു നടക്കുന്നവരും ആണെന്നുള്ളൊരു തോന്നൽ മനസ്സിൽ എവിടേക്കോ കിടക്കുന്നത് കൊണ്ട് സാറിന്റെ സംഭാഷണം കേൾക്കണം എന്ന് തോന്നി. എന്തായാലും വളരെ മികച്ച പ്രഭാഷണമായിരുന്നു. ദേവി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിൽ പോലും നാടകത്തിന്റെ ചരിത്രം മുഴുവനായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കുട്ടികളുടെ അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങൾ വളരെ കൃത്യമായിട്ട് അവരിലേക്ക് എത്തുന്നുണ്ടായിരുന്നു, കേൾക്കുന്നവരിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതൊരു വലിയ അനുഭവമായി തന്നെ ഓർക്കുന്നു. എന്തായാലും മാഷിന് വളരെ നന്ദി. ഒപ്പം സനാതന മലയാളത്തോടുള്ള സ്നേഹവും നന്ദിയും കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തില്. ഓക്കെ. ചോദ്യങ്ങളും കൃഷ്ണപ്രസാദ് ആണ് കൃതജ്ഞത രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ. മലയാളത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അനുസ്മിതയുടെ അതിൽ പേര് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പേരുണ്ട് ടീച്ചർ. ശരി ശരി. ഓക്കെ. എന്തായാലും സനാതന ധർമ്മ കോളേജിലെ മലയാള വിഭാഗത്തിന്റെയും സംസ്കൃത വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ ഒരു വെബിനാർ വിഷയത്തിന്റെ പ്രസക്തി കൊണ്ടും അല്ലെ നാടകത്തിന്റെ ചരിത്രവും വർത്തമാനവുമായിരുന്നു നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തി കൊണ്ടും സന്തോഷ് സാറിന്റെ അവതരണ മികവ് കൊണ്ടും നമ്മുടെ അജയൻ സാറിന്റെ സംഘാടന മികവ് കൊണ്ടും കുട്ടികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ടും വളരെ മികച്ചതായിരുന്നു. എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാ സംഘാടകരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഔപചാരികമായ കൃതജ്ഞതയാണുള്ളത്. ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ MJ കൃഷ്ണപ്രസാദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, സനാതന ധർമ്മ കോളേജ് അതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സനാതന മലയാളം സംഘടിപ്പിക്കുന്ന പ്ലാറ്റിന പെരുമ 2021 75 പ്രഭാഷണങ്ങൾ, അതിലെ 2ാം പ്രഭാഷണ പരിപാടി അത്യധികം ഭംഗിയായി പൂർത്തീകരിച്ചു എന്നതിൽ വളരെ സന്തോഷം. നാടകത്തെ സംബന്ധിച്ചുള്ള ചരിത്രവും വർത്തമാനവുമൊക്കെ വ്യക്തമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രീ സന്തോഷ് മാഷിന് കഴിഞ്ഞു. സാറിൻ്റെ പ്രഭാഷണത്തെ തുടർന്നുണ്ടായ ചർച്ചയും ഈ ഇത്തരം ഒരു കൂടിയിരിപ്പിൻ്റെ പ്രസക്തി നമുക്ക് മുമ്പിൽ വരച്ചിടുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ST കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സജയ് കുമാർ സാറിന് പ്ലാറ്റിന പെരുമയുടെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി മോഡറേറ്റ് ചെയ്തത് അനുസ്മിത ടീച്ചറാണ്. ശ്രീനാരായണ ഗുരു കോളേജ് ചേളന്നൂരിലെ അധ്യാപികയാണ്. ടീച്ചറിനോടുള്ള സനാതന മലയാളത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. നാടകം, ചരിത്രം, വർത്തമാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് വിശദമായ ഒരു പ്രഭാഷണം നിർവഹിച്ച മഞ്ചേരി NSS കോളേജിലെ അധ്യാപകനായ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് സാറിന് സനാതന മലയാളത്തിൻ്റെ പ്ലാറ്റിന പെരുമ 2021 സംഘാടക സമിതിയുടെയൊക്കെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച റിജോയ് M. രാജൻ, അദ്ദേഹം ഗവേഷകനാണ്, കേരള സർവകലാശാലയിലെ ഗവേഷകനാണ്. അതിനെ തുടർന്നുണ്ടായ അശ്വതി, ഗ്രീഷ്മാദേവ്, അഖില, പങ്കജാക്ഷൻ, ആദിത്യൻ തുടങ്ങിയവരോടുള്ള അവരുടെ ചോദ്യങ്ങളോടുള്ള നന്ദി കൂടി അറിയിക്കുന്നു. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത സജിത് സാറ്, ദേവി ടീച്ചർ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടിയെ വിജയകരമായി തീർത്ത എല്ലാ സഹൃദയരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നന്ദി. അജിൻ സർ. സാർ ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ സാർ. നമുക്ക് ചുരുക്കാം. അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ പ്രഭാഷണവും പരിപാടികളും വളരെ ഗംഭീരമായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അടുത്ത നമ്മൾ ഞായറാഴ്ചയാണ്, 27-നാണ് ഡോക്ടർ R. വിശ്വനാഥൻ നിരൂപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ്. ശ്രീശൈലം ഉണ്ണികൃഷ്ണനാണ് അത് നിർവഹിക്കുന്നത്. എല്ലാവരും ഉണ്ടാകണം. അറിയിപ്പുകളൊക്കെ നമ്മൾ പിന്നാലെ തരും. അപ്പം അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നമുക്ക് വീണ്ടും ഒത്തുകൂടാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപാടികൾ അവസാനിപ്പിച്ചത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും, പ്രത്യേകിച്ച് അനുസ്മിതയ്ക്കും പ്രിയപ്പെട്ട സന്തോഷ് മാഷിനൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി സാർ, ഒത്തിരി നന്ദി. എല്ലാവർക്കും നന്ദി, സ്നേഹം. പങ്കെടുത്ത എല്ലാവരോടും താങ്ക് യു. അജിൻ സർ, ഇവിടുത്തെ ഈ വെബിനാറുകളുടെ ലിങ്ക് പുറത്തുള്ള കോളേജിൽ കൊടുക്കാറുണ്ടോ? കൊടുക്കുന്നുണ്ടല്ലോ. നമ്മള് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു വെബിനാർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ യൂട്യൂബ് ലിങ്കും ഉണ്ടല്ലോ. അപ്പൊ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുത്തോളൂ. അതെ അതെ, എല്ലാവർക്കും. കാരണം നാടകം പല സെമസ്റ്ററുകളിലും പഠിക്കാനും ഉണ്ടല്ലോ. അതെ അതെ, ഇത് ഒരുപാട് പ്രഭാഷണങ്ങളുണ്ടല്ലോ. അതെ അതെ അതെ. ഓരോ വിഷയം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണല്ലോ. അതെ അതെ അതെ. വളരെ താങ്ക് യു, സ്നേഹം, നന്ദി.
ശരി ശരി. ടീച്ചർ. ബൈ. അജിൻ സാർ പൊക്കോട്ടെ.